بسم الله الرحمن الرحيم هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا كتاب الله لا شيء سواه يهذبنا العمل به كتاب الله لا شيء سواه يهذبنا هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هو معجزة الله الكبرى عن سر الكون يحدثنا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ നമ്മെ ഏവരെയും പോറ്റി വളർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കണിശമായി പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു പ്രദേശമല്ല ഇത്. പല പരിപാടികളിലൂടെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുമായ കുറെ ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് എനിക്കറിയാം. ഈ പ്രസ്ഥാനത്തിന്റെ ഈ നാട്ടിലെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില ആളുകൾ തങ്ങളുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് തടയാൻ പലപ്പോഴായി ഇവിടെ പലതരത്തിലുള്ള പ്രസംഗങ്ങളും വിമർശനങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. അതും ഈ നാട്ടുകാർ കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അത്താണിക്കൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം. എന്നിരുന്നാലും ഈ ആദർശത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുമ്പോൾ
കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ നിഷ്പക്ഷരായ ആളുകൾക്ക് അവസരമുണ്ടാകുമെന്ന നിലക്കാണ് ഞങ്ങൾ വീണ്ടും ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളും പൊതുയോഗങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ കേടുവന്നതിനെ നന്നാക്കി തീർക്കുക എന്നാണ് ഭാഷയിൽ അതിനർത്ഥം. ഇസ്ലാമിക സമുദായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സ്വഹാബത്തിന്റെ കാലശേഷം സംഭവിച്ചു പോയിട്ടുള്ള കേടുപാടുകൾ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പരിഹരിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ലോകമെമ്പാടും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ചില ആളുകൾ ചോദിക്കും, കേടുണ്ടായിട്ട് വേണ്ടേ നന്നാക്കാൻ? ഇല്ലാത്ത കേട് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വകയിൽ റിപ്പയറും പ്രഖ്യാപിച്ച് സമുദായത്തിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയാണ് എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ പലപ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി പറയാറുള്ളത്. വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പ്രവചിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണിത്. എന്റെ സമുദായം ദീനിൽ നിന്ന് അകന്നു പോകുമെന്നും ആ അകന്നു പോകുന്ന സമുദായത്തെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ബദഅ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം മക്കയിൽ ആരംഭിച്ചത് അപരിചിതനെ പോലെയായിരുന്നു. ആർക്കും പരിചയമില്ലാത്ത ഒരു ദീനായിക്കൊണ്ടാണ് ഇസ്ലാം ആദ്യമേ ആരംഭിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ യഥാർത്ഥത്തിൽ പുതിയതല്ല. പൂർവകാല പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന ആ മതത്തിന്റെ അവസാനത്തെ രൂപം, സമ്പൂർണമായ രൂപമാണ് ആ അറബികൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സമർപ്പിച്ചത്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞ് വെറും 600 കൊല്ലം മാത്രം പിന്നിട്ട ആ കാലയളവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും ഒക്കെ ആദർശവും അവർ കൊണ്ടുവന്ന ദീനും അവിടങ്ങളിലായി നിലനിൽക്കുന്ന മക്കയുടെ പശ്ചാത്തലത്തിൽ പോലും ഇതേതൊരു പുതിയ ദീനാണ് എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടായി. പക്ഷേ 23 കൊല്ലത്തെ അക്ഷീണമായ പ്രയത്നം കൊണ്ട്, പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ അവിടെ പരിചയപ്പെടുത്തുക മാത്രമല്ല, ഇസ്ലാമിക സമൂഹം ഒരു സംഘശക്തിയായി വളർന്നു വന്നു എന്നതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹിജ്റ 10-ാം വർഷത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകി വരുന്നത് കൺകുളിർക്ക കണ്ടുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അത്തരത്തിലുള്ള വിജയം ഇസ്ലാമിനുണ്ടായി. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ണിറയെ കാണുവാനുള്ള ഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിച്ച് ഒരുപാട് വിഷമങ്ങൾ ഇസ്ലാമിക പ്രചരണത്തിന്റെ പേരിൽ സഹിച്ച റസൂലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷം തന്നെയായിരുന്നു. പിന്നീടുള്ള 30 കൊല്ലത്തെ ഖുലഫാഉർ റാഷിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായ ഭരണാധികാരികൾ, അമീറുൽ മുഅ്മിനീൻ എന്ന് ഓരോ ഖലീഫമാരെ കുറിച്ച് മുസ്ലിമീങ്ങൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആ 4 ഖലീഫമാർ, അവരുടെ ഭരണകാലത്ത് ഇസ്ലാം ഒരു വലിയ ശക്തിയായി, ഒരു രാഷ്ട്രീയ ശക്തിയായി തന്നെ മാറുകയും റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പോലും മുസ്ലിമീങ്ങളുടെ കാൽക്കു കീഴിൽ വരികയും ചെയ്തു. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടത് അപരിചിതരെ പോലെയാണെന്ന് പറഞ്ഞ റസൂൽ വസയഊദു കമാ ബദഅ, അത് തുടങ്ങിയിടത്തേക്ക് മടങ്ങിപ്പോകും, തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാലമേറെ കഴിയുമ്പോൾ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഓരോന്നോരോന്നായി സമുദായത്തിൽ നിന്ന് വിസ്മരിക്കപ്പെടുകയും സുന്നത്തുകൾക്ക് പകരം ബിദ്അത്തും തൗഹീദിന് പകരം ശിർക്കുമൊക്കെ ഇസ്ലാമിക സമുദായത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അന്ന് യഥാർത്ഥ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളെ ഈ സമുദായത്തിൽ ഉണ്ടാകും. അവരാണ് ഈ ഹദീസിൽ പറഞ്ഞ ഖുറബാ, ഫതൂബാ ലിൽ ഖുറബാ. അന്ന് ഇസ്ലാമിനെ കയ്യേൽക്കുന്നവർക്ക് അവർക്കാകുന്നു സ്വർഗം. അവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. പല ഹദീസുകളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഉനാസുൻ സാലിഹൂന ഫീ ഉനാസി സുഇൻ കസീർ. ഒരുപാട് വൃത്തികെട്ട മനുഷ്യന്മാർക്കിടയിൽ കുറച്ചു നല്ല മനുഷ്യന്മാർ. മൻ യഅസിഹിം അക്സർ മിമ്മൻ യുതിഉഹും. അവരനുസരിക്കുന്നവരെക്കാൾ ഏറെ അവരെ എതിർക്കുന്നവരും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും കൂടുതലും. അങ്ങനെ ഭൂരിപക്ഷത്തിനിടയിൽ ഒരു ചെറിയ ന്യൂനപക്ഷം യഥാർത്ഥ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഉണ്ടാകും. അവരെ സംബന്ധിച്ച് മറ്റൊരു ഹദീസിൽ ഇമാം തിർമിദിയുടെ റിവായത്തിൽ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി, എന്റെ ചര്യയിൽ നിന്നും എനിക്കു ശേഷം ജനങ്ങൾ കേടുവരുത്തിയതിനെ അവർ ശരിയാക്കി തീർക്കുന്നതാണ്.
മറ്റൊരു റിവായത്തിൽ അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ദുഷിച്ചു പോകുന്ന ഘട്ടത്തിൽ അവർ നന്നായി ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കുകയും യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയവരെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്നും അവർ ന്യൂനപക്ഷമായിരിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ആ ചരിത്രപരമായ ദൗത്യമാണ് വാസ്തവത്തിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ സമൂഹം, അതിന് തുല്യമായ ഒരു സമൂഹം ഈ നാട്ടിൽ ഉണ്ടാകണമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച് അത് ശരിക്കും ഉൾക്കൊണ്ട് ജീവിതത്തിൽ നടപ്പിലാക്കി കാണിച്ച എവിടെ ഖുർആൻ പറയുന്ന സമൂഹം എന്ന് ചോദിച്ചാൽ അതാ ഈ സമൂഹത്തെ നോക്കുവെന്ന് ലോകത്തെ കാലത്തും നമുക്ക് പറയാൻ പറ്റുന്ന സ്വഹാബത്തിന്റെ സമൂഹം. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത സമൂഹം. ആ സ്വഹാബത്തിന്റെ സമൂഹത്തിന് തുല്യമായ അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ പെരുമാറ്റം, അവരുടെ സംസ്കാരം, അതാണ് നമുക്ക് മാതൃകയെന്ന് മനസ്സിലാക്കുകയും അതിനോടൊപ്പം എത്താൻ വേണ്ടി ആവതും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. അങ്ങനെയുള്ള ആ പഴമയിലേക്ക് തിരിച്ചു പോകണം എന്നാവശ്യപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹികൾ. പക്ഷേ എന്താ നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ, മുജാഹിദുകളെ സംബന്ധിച്ച ആളുകൾ പരിചയപ്പെടുന്നവർ പുത്തൻവാദികളാകുന്നു എന്നാണ്. എന്താണ് പുത്തൻ, എന്താണ് പഴയത്, പറയുന്നവർക്കോ കേൾക്കുന്നവർക്കോ വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലെ ഇല്ലാത്തത്, നമ്മുടെ ഉപ്പാക്കോ നമ്മുടെ ഉപ്പാപ്പാക്കോ പരിചയമില്ലാത്തത്, നമ്മുടെ ഉസ്താദിനോ അദ്ദേഹത്തിന്റെ ഉസ്താദിനോ പരിചയമില്ലാത്തത്, ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിലോ അതിന് മുമ്പത്തെ നൂറ്റാണ്ടിലോ അറിയപ്പെടാത്തത്, നമ്മളെ ഈ നാട്ടിൽ കുറെ കാലമായി അറിയാത്തത്, ഇതൊക്കെ പുത്തൻവാദമാണ്, പുത്തനാശയമാണ് എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. വാസ്തവത്തിൽ പഴയതും പുത്തനും തിരിക്കാനുള്ള മാനദണ്ഡം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ ഉണ്ടോ, ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടോ, കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടോ, അതിനപ്പുറത്തെ നൂറ്റാണ്ടിലുണ്ടോ എന്നതല്ല പുത്തനും പഴയതും തിരിക്കാനുള്ള മാനദണ്ഡം. അത് ഭൗതികമായി ഒരുപക്ഷെ അങ്ങനെയായിരിക്കും, പക്ഷെ മതപരമായി അങ്ങനെയല്ല. സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ ഇല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിലുണ്ടോ ഇല്ലേ, അതാണ് നോക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സ്വഹാബത്തിനും ശേഷം ഈ ദീനിൽ കടന്നുകൂടിയതെല്ലാം പുത്തനാണ് എന്ന് പറഞ്ഞാൽ 1300 കൊല്ലം പഴക്കമുള്ള ബിദ്അത്തും ഈ സമുദായത്തിൽ ഉണ്ടാകും. പക്ഷേ അതിന് ഇസ്ലാമികമായി യാതൊരു നിലനിൽപ്പുമില്ല. ഒരു കാര്യം ഇസ്ലാമികമായി ശരിയാണോ അല്ലേ, പുണ്യകരമാണോ അല്ലേ, എന്ന് അംഗീകരിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം ഉരകല്ല്, അത് സുന്നത്തുർ റസൂൽ, അതുപോലെ തന്നെ ഖുർആൻ ഷരീഫ്, ഇത് രണ്ടുമാണ്. അതിനെ നോക്കിയിട്ട് വേണം ഇത് ഇസ്ലാമിൽ പെട്ടതാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ. അല്ലാതെ എത്ര ഉപ്പാപ്പമാരെ കാലം മുതൽ നിലനിൽക്കുന്നതാണ്, എത്ര ഉസ്താദന്മാരുടെ പിന്തുണയുണ്ട്, എത്ര യാഖൂബ് ഇതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്, ഇതല്ല ഒരു കാര്യം ഇസ്ലാമികമാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം. ഞങ്ങളെ സംബന്ധിച്ച് പറയാറുള്ളത് ഞങ്ങൾ പാരമ്പര്യമില്ലാത്തവരാണെന്നാണ്. മുജാഹിദുകൾക്ക് യാതൊരു പാരമ്പര്യമില്ല. എന്താ കാരണം? അവരെ ഉപ്പാപ്പമാരൊന്നും പറയാത്തതും കേൾക്കാത്തതുമാണ് ഈ മുജാഹിദുകൾ പറയുന്നത് എന്നാണ് ഉസ്താദന്മാർ ഞങ്ങളെ ചൊല്ലിപ്പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. വാസ്തവത്തിൽ ഒരു കാര്യം ഇസ്ലാമിൽ പരമ്പരാഗതമായി അറിയപ്പെട്ടതാണോ എന്ന് പരിശോധിക്കാൻ എന്താണ്, എത്ര ഉപ്പാപ്പമാരെ കാലം മുതൽ അത് ഉണ്ട് എന്ന് പരിശോധിക്കലല്ല, മറിച്ച് ഖുർആനിനും ഹദീസിനും അനുകൂലമാണോ അല്ലേ എന്നാണ് പരിശോധിക്കേണ്ടത്. സ്വഹാബികളോ താബികളോ താബികളോ ഒക്കെ ആ വിഷയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പഴയതേത്, പുതിയതേത്, പാരമ്പര്യമുള്ളതേത്, ഇല്ലാത്തതേത്, സ്വഹാബത്തിന്റെ മാർഗമേത്, പിൽക്കാലത്ത് കടന്നുകൂടിയതേത് എന്നൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ സുന്നികളാണ് എന്ന് വാദിക്കുന്ന കുറെ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ സുന്നി എന്ന പേര് തന്നെ അവർക്ക് യോജിച്ചതല്ല. കാരണം സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ പിൻപറ്റുന്നവർ അഥവാ നബിചര്യയെ അനുകൂലിക്കുന്നവർ എന്നാണ്. വാസ്തവത്തിൽ അവരെ ജീവിതത്തിൽ എടുത്തു നോക്കിയാലോ അവർ നിലകൊള്ളുന്നതും അവർ പ്രചരിപ്പിക്കുന്നതുമൊക്കെ സുന്നത്തിനെതിരായ കാര്യങ്ങളാണ്. പല ബിദ്അത്തുകളും സുന്നത്താണെന്ന വ്യാജേന സമുദായത്തിൽ അവർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ വാദിക്കുന്നതോ ഞങ്ങൾ സുന്നികളാകുന്നു എന്നാണ്. ഇപ്പൊ ഇതാ റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. മുഹറം സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വലായി. റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികള്, തോരണം തൂക്കുന്നു, വീടുകൾ അലങ്കരിക്കുന്നു, പള്ളിയും മദ്രസും ഒക്കെ പെയിന്റ് അടിക്കുന്നു, കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നു, ഭക്ഷണ വിതരണം നടത്തുന്നു, മീലാദ് മീറ്റും മീലാദ് ഈറ്റും
മീലാദ് ക്യാമ്പയിനും പലതരത്തിലുള്ള പ്രഭാഷണ കോലാഹലങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്നു. പേരെന്താണ്? പ്രവാചക സ്നേഹം. അങ്ങനെ 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരേക്ക് 22 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. 23-ാമത്തെ റബീഉൽ അവ്വൽ അവിടുന്ന് വഫാത്തായി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 22 റബീഉൽ അവ്വലും ആഘോഷിച്ചോ? ഇന്നത്തെ പോലെ വിപുലമായി ആഘോഷിച്ച തെളിവൊന്നും വേണ്ട. വളരെ ലളിതമായ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടോ? അന്ന് പ്രത്യേകം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? അന്ന് പ്രത്യേകം ദാനധർമ്മം നടത്തിയിട്ടുണ്ടോ? അന്ന് പ്രത്യേക ഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ടോ? അന്ന് പ്രത്യേകമായിട്ട് പ്രവാചക സുന്നത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് സഹാബികൾ കാണിച്ചു തന്നോ? സഹാബികളെ കാലം റസൂൽ വഫാത്തായി 1 നൂറ്റാണ്ട് കഴിയുമ്പോൾ 110-ലാണ് അവസാനത്തെ സഹാബി മരിച്ചു പോകുന്നത്. സഹാബികളെ കാലത്തുണ്ടോ? അത് കഴിഞ്ഞ് താബിഈങ്ങളെ കാലം വന്നു, അവരാഘോഷിച്ചോ? പിന്നീട് വന്ന താബിഈങ്ങൾ ആഘോഷിച്ചോ? ആവർത്തിച്ച് ഞങ്ങൾ പല സ്റ്റേജുകളിൽ പല പേജുകളിൽ ഞങ്ങൾ ചോദിച്ചതാണ്, ഉത്തരമുണ്ടായിട്ടില്ല. ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ടെന്ന് പറയുകയല്ലാതെ. അപ്പോൾ ഞങ്ങൾക്കൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, ആ ആയത്ത് സഹാബത്തിന് മനസ്സിലായില്ലേ? ഹംസഖോയ ബാഖവി എന്ന് പറയുന്ന ഒരാള് വഹാബിസം ഒരു സമഗ്രപഠനം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖുർആനിൽ, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ, സുന്നത്ത് ജമാഅത്ത് ഹദീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അയാൾ എഴുതിയിട്ടുള്ളത് ഒരു പുസ്തകത്തില്, ഈ സുന്നത്ത് ജമാഅത്ത് ഖുർആൻ എന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു 40 ആയത്തുണ്ട് ആ മൗലിദ് ആഘോഷത്തിന്. എങ്ങനെയുണ്ട്? 40 ആയത്ത്. എന്നാ സഹാബികൾ ആഘോഷിച്ചോ? ഇല്ല. താബികൾ ആഘോഷിച്ചോ? ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഈ 40 ആയത്തിന്റെ അർത്ഥം സഹാബികൾക്ക് തിരിഞ്ഞില്ല. താബിങ്ങൾക്കും താബിങ്ങൾക്കും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള മൗലിദിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിൽക്കാലത്ത് വന്ന സമസ്തയിലെ 300-കാരനാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞത്. വിശ്വസിക്കാൻ കൊള്ളുവോ? ഈ കാലഘട്ടത്തിലുള്ള ആർക്കെങ്കിലും ഖുർആൻ മനസ്സിലായില്ല, ഖുർആനിലെ ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പുണ്യകർമ്മം വേണ്ടതുപോലെ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട്. 1400 കൊല്ലം കഴിഞ്ഞ സമൂഹല്ലേ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനാവിൽ നിന്നും ഖുർആൻ കേട്ട ഓരോ ആയത്തും ഏതൊരു ജാഹിലിയ ആചാരത്തെയാണ് എതിർക്കുന്നത്, ഏതൊരു ഇസ്ലാമിക വിശ്വാസത്തെയും കർമ്മത്തെയുമാണ് സ്ഥാപിക്കുന്നതെന്ന് മറ്റാരെക്കാളും അറിയുന്ന ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതരായി മുസ്ലിമീങ്ങൾ എണ്ണി പറയുന്ന സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവർക്ക് ആയത്ത് തിരിഞ്ഞില്ല എന്നോ ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മൗലിദ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണമാണത്. താബിങ്ങൾക്കും താബിങ്ങൾക്കും അത് തന്നെ. ഇന്നത്തെ പണ്ഡിതന്മാരെക്കാളൊക്കെ എത്രയോ മഹാന്മാരായിരുന്നു അവർ. അവർക്കാർക്കും ഈ 40 ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മൗലിദ് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. കൊല്ലം ജില്ലയിലെ ജോനകപ്പുറത്ത് ജീവിച്ചിരുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ വാഇലായിരുന്ന തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മവാഹിബുൽ ജലിയ എന്ന ബെയ്ത്ത് കിതാബിലാണ് ഇതുള്ളത്. സമസ്തക്കാർക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിലും കാപ്പിലും ഒക്കെ അദ്ദേഹത്തെ കൊണ്ടൊന്ന് വയല് പറയിക്കാറുണ്ട്. വയല് പറയിക്കുമ്പോ വീശാൻ വേണ്ടി നീർച്ചയാക്കാറുണ്ട്. അത്ര വലിയ പ്രിയപ്പെട്ട പണ്ഡിതനാ. ഇത് നമ്മൾ പറയുമ്പോ തഴവ നിങ്ങളാളല്ല, തഴവ മൗലിദിനെ അനുകൂലിച്ച ആളാണ്. അടുക്കണം 1000, പൊരിക്കണം കോഴി 10,000 എന്ന കയ്യിലുണ്ട് മൗലവി. നിങ്ങൾ പൂഴ്ത്തി വെക്കല്ലേ. ഞങ്ങൾ പൂഴ്ത്തി വെക്കുന്നില്ല, ഞങ്ങൾക്കത് പൂത്തേണ്ട കാര്യമല്ല. ആനയെ തന്നെ അറുക്കണമെന്ന് നിങ്ങൾ എഴുതിയാലും ഞങ്ങൾ പൂഴ്ത്തൂല. പക്ഷേ ഞങ്ങൾ ചോദിക്കട്ടെ, 5000 അറുക്കണം, കോഴി 10,000 പൊരിക്കണം, സ്വർണം ചെലവാക്കണം എന്നൊക്കെ പറഞ്ഞ മൗലിദിനും മൂപ്പർക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. 300 കൊല്ലത്തെ മുസ്ലിമീങ്ങൾക്ക് അത് പരിചയമില്ല എന്ന് പറഞ്ഞ എവിടെയോ സുഹൃത്തെ ഇസ്ലാമിൽ അത് ഉൾപ്പെടുക? അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ഇറക്കിയ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹു പറയാണ്, ദീനായിട്ട് എന്തൊക്കെയുണ്ടോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയായി. വഹയാകുന്ന അനുഗ്രഹം നിലച്ചു, ഇനി ആർക്കും വഹി ഉണ്ടാകൂല. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ഞാനിതാ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. സീലടിച്ച് മുദ്ര വെച്ച് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. മൊത്തത്തിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു, നീ ബാക്കിയൊക്കെ നിങ്ങൾ ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്നോളും, ഞാനത് പൂർത്തിയാക്കിയിട്ടൊന്നല്ല പോണത് എന്ന് പറഞ്ഞിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ഇതിലില്ലാത്ത വല്ലതും, മറ്റൊരു റിവായത്തിൽ മാ ലൈസ ഫീഹിന, ഇതിലില്ലാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല.
റദ്ദുൻ എന്ന് പറഞ്ഞാൽ ഗൈറു മഖ്ബൂൽ എന്ന മുഹദ്ദിസീങ്ങളിൽ അർത്ഥം കൊടുത്ത അല്ലാഹ് സ്വീകരിക്കുന്നതല്ല. അയാൾ എത്ര വലിയ പണ്ഡിതനാകട്ടെ, പാണ്ഡിത്യ രംഗത്ത് ഖമറുൽ ഉലമയും ശംസുൽ ഉലമയും ഒക്കെ ആകട്ടെ, പക്ഷേ സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീനിൽ റസൂലുള്ളാഹിക്ക് ശേഷം ആര് എന്ത് പുതിയത് കൂട്ടിച്ചേർത്താലും അതാണ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആ അമൽ നമ്മുടെ കാലത്ത് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ റസൂലിന്റെയോ സഹാബത്തിന്റെയോ കാലത്ത് ഇല്ലാത്തതാണ് എങ്കിൽ അത് പുത്തനാണ്. ഫഹുവ റദ്ദുൻ, അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളാകുന്നു എന്നിങ്ങനെ ആവർത്തിച്ചു പഠിപ്പിച്ചു. ഈ ദീനിനെ സത്യസമ്പൂർണമാക്കി നമ്മളെ ഏൽപ്പിച്ചു പോയി. ഇനി ഇതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, വെട്ടിച്ചുരുക്കേണ്ട ഗതികേടും നിങ്ങൾക്കില്ല. നിങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി. 1400 കൊല്ലം മുമ്പുള്ള ദീനിലുള്ളത് എന്തോ അത് തന്നെ ഇന്നും ഉണ്ടാകാൻ പാടുള്ളൂ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ശാത്വബി തന്റെ അൽ-ഇഅ്തിസാമിൽ രേഖപ്പെടുത്തുന്ന വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. അതെന്താണെന്നറിയോ? മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ഈ ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി, വിശ്വാസമാകട്ടെ കർമ്മമാകട്ടെ ആചാരമാകട്ടെ എന്താണെങ്കിലും, എന്നിട്ട് അയാൾ അഭിപ്രായപ്പെടുന്നു ഇതൊരു നല്ല കാര്യമാണ്, ഉത്തമമായ സംഗതിയാണ്, എന്നാൽ അയാൾ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം അല്ലാഹു തആല യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരാൾ ആ പൂർത്തിയായ ദീനിൽ ഇല്ലാത്തൊരു പുതിയ കാര്യം ഉണ്ടാക്കിയിട്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ നല്ല കാര്യം അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാതെ പൂഴ്ത്തി വെച്ചു എന്നല്ലേ അർത്ഥം? അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത്? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, പ്രവാചകരെ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം, ഒന്നും വിട്ടുകളയാൻ പാടില്ല. ലതുബയ്യിനുന്നഹു വലാ തക്തുമൂനഹു, എല്ലാ അമ്പിയാക്കളോടും അല്ലാഹു വാങ്ങിയ കരാറാണ്, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. മാത്രല്ല ബയാൻ ചെയ്തു കൊടുക്കലും മറച്ചു വെക്കാതിരിക്കലും റിസാലത്തിന്റെ ബാധ്യതയായിട്ട് ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എത്തിച്ചു കൊടുക്കുന്നത് വരെ താങ്കളോ ആരും ഒന്നും ചെയ്യൂല. വല്ലാഹു യഅസിമുക മിനന്നാസ്, താങ്കളെ ഈ ദൗത്യ പൂർത്തീകരണത്തിൽ നിന്ന് തടയാൻ ആർക്കും സാധ്യമല്ല, താങ്കളെ ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു താങ്കളെ കാത്തുകൊള്ളും സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞിട്ട് റസൂല് ചിലതൊക്കെ പൂഴ്ത്തിവെച്ചു. ഇപ്പൊ ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ ഞാനത് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന് ഹസൻ ബസരി പറഞ്ഞിരിക്കുന്നു എന്ന് സയ്യിദ് ബക്കരിയുടെ യാനത്തു താലിബീനിലുണ്ട്. ഈ യാനത്തു താലിബീൻ എഴുതിയ സയ്യിദ് ബക്കരി അടുത്ത കാലക്കാരനാണ്. അദ്ദേഹം ഹസൻ ബസരിയുമായിട്ട് നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. ഹസൻ ബസരിയിൽ നിന്ന് അങ്ങനെ അദ്ദേഹം വരെ എത്തുന്ന സനതുണ്ടോ? അതിന് ഇല്ല. എന്നിട്ട് അദ്ദേഹം അങ്ങ് തട്ടിവിട്ടിരിക്കുകയാണ്. ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട താബിഈയാണല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ വിവരം സഹാബത്തിൽ നിന്നോ റസൂലിൽ നിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഇസ്ലാമിലുണ്ട് എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചോളൂ. നമ്മുടെ മുമ്പാകെയുള്ള സിഹാഹുകൾ എന്നറിയപ്പെടുന്ന സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സഹീഹ് ഇബ്നു ഖുസൈമ തുടങ്ങിയ സിഹാഹുകൾ എടുത്ത് പരിശോധിച്ചോളൂ, സുനനുകൾ എടുത്ത് പരിശോധിച്ചോളൂ, മുസ്നദുകളും മുസന്നഫുകളും ജുസുകളും എല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി, അതിലൊന്നിലും നമുക്ക് ഈ റബീഉൽ അവ്വലിന് വേണ്ടി ചെലവഴിക്കണതിനെ പറ്റി കാണാൻ സാധ്യമല്ല. അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെയൊരു പുണ്യമുണ്ടായിട്ട് റസൂൽ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല, റസൂൽ അത് പൂഴ്ത്തി വെച്ചു. പിന്നെ എങ്ങനെയോ ആരോ അത് ചോർത്തിയെടുത്ത് ഹസൻ ബസരിക്ക് കിട്ടി, അതിങ്ങനെ മൗലിയാക്കന്മാർക്കും കിട്ടീന്നാ. ഇതിലും വലിയ ആരോപണം വേറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ കരിഞ്ചന്ത കാണിച്ചു എന്നല്ലേ ഇതിനർത്ഥം? അത് പറയാൻ പാടുണ്ടോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ പറ്റുമോ? എന്നിട്ട് ഇമാം മാലിക് എന്നവർ പറയാണ്, ഫമാലം യകും യൗമഇദിൻ ദീനാ ഫലാ യകൂനു അൽ യൗമ ദീനാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത്, ദീൻ പൂർത്തിയാക്കപ്പെട്ട ആ കാലത്ത് എന്തൊക്കെ ദീനായിരുന്നോ അത് തന്നെ ഇന്നും ദീനായിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ദീനിലൊന്നും പുതിയത് കൂട്ടിച്ചേർക്കാൻ, വെട്ടിച്ചുരുക്കാൻ നമുക്ക് അവകാശമില്ല. ദീനിൽ അന്നുള്ളതേതോ അതാണ് ഇസ്ലാമിലെ പഴയത്. പിന്നീടുണ്ടായത് എത്ര ഉപ്പാപ്പമാരെ കാലത്തുണ്ടായതാകട്ടെ അത് പുത്തനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് ശേഷം കടത്തിക്കൂട്ടപ്പെട്ട ബിദ്അത്താകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
സുഹൃത്തുക്കളെ, ഇവിടെ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഈ പാരമ്പര്യവും പുത്തംവാദമൊക്കെ ശരിക്കും മനസ്സിലാകും. ഇപ്പൊ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ, അതാണല്ലോ ഇപ്പോഴുമുള്ള തർക്കം. മിനിഞ്ഞാന്ന് പോലും ആലുവയിൽ വെച്ച് വാദപ്രതിവാദം നടന്നു. എന്നിട്ടൊരു അഹ്സനി എന്താ പറഞ്ഞെന്നറിയങ്ങള്, ആദ്യം ഹദീത്തിന്റെ ഒരു വാല് മാത്രം, ഹദീത്തിന്റെ ലഫ്ള് പറയുന്നില്ല. എന്താ ഹസനി പറയുന്നത്, എന്റെ ഖബറിങ്കൽ വന്നിട്ട് എന്നെ വിളിച്ചു തേടിയാൽ ഞാൻ ഉത്തരം ചെയ്യുന്നതാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി മലയാളത്തിലല്ലല്ലോ പറഞ്ഞത്, അറബിയിലാണല്ലോ പറയാ. എന്നാ അറബി ഒന്നും ഇങ്ങോട്ട് പറയും, അറബി പറയില്ല. അറബി പറഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് കണ്ടെത്തുമല്ലോ. ഇന്ന് അതിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ആ ലഫ്ള് ഇങ്ങോട്ട് കിട്ടിയാൽ, ലഫ്ള് അങ്ങ് അടിച്ചു കൊടുത്താൽ കമ്പ്യൂട്ടറിൽ അത് ഇങ്ങോട്ട് വരും. ഏത് കിതാബാണ്, ആരൊക്കെയാ ഉദ്ധരിച്ചത്, സനദ് എന്താണ്, സഹീഹാണോ ദഈഫാണോ, ഒരു തട്ടിപ്പിനും മുമ്പിലിരിക്കുമ്പോ കഴിയൂല. എന്നാൽ അയാളത് പറയുന്നില്ല, അവസാനം പറയിപ്പിച്ചു. അപ്പൊ പറഞ്ഞു ഒരു സനദിൽ 2 ഇല്ലത്തുണ്ട്, ഇമാം ഹാക്കിമിന്റെ സനദിൽ. അപ്പൊ പറഞ്ഞു വേറെയും സനദുണ്ട്, ആയിക്കോട്ടെ എല്ലാ സനദും എല്ലാ മത്നും ഇങ്ങ് ഉദ്ധരിക്ക്. സംഗതി എന്താണെന്നറിയോ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് വരും, രണ്ടാമത് അദ്ദേഹത്തിന്റെ ആഗമനം ഉണ്ടാകും. ആ സന്ദർഭത്തിനെ കുറിച്ചുള്ള ഹദീസാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയാണ്, ഈസാ ഇബ്നു മറിയം നിങ്ങളടുക്കൽ ഭരണാധികാരിയായി കൊണ്ടുവരും, അദ്ദേഹം കുരിശ് തകർക്കും, പന്നിയെ കൊല്ലും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പിന്നീട് അദ്ദേഹം എന്റെ ഖബറിങ്കൽ വന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അജബ്തുഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം ചെയ്യും. ഈ ഹദീസ് മുസ്ലിമീങ്ങൾ എത്രയോ കാലമായി കാണുന്നതാണ്. ആർക്കും തോന്നിയിട്ടില്ല ഈ അഹ്സനിയുടെ ഉസ്താദന്മാർക്കോ റസൂലുള്ളാഹിനെ വിളിച്ചു തേടാനുള്ള തെളിവാണെന്ന് തോന്നിയിട്ടില്ല. ഈ കാലഘട്ടം പറയും കഴിഞ്ഞ ഒരൊറ്റവാദ പ്രതിവാദത്തിലും അവരത് ഉന്നയിച്ചിട്ടില്ല. കാരണം എന്താ, ഹദീസിന്റെ കിതാബിൽ ഇല്ലാഞ്ഞിട്ടല്ല. അൽ-ഹാവീലിൽ ഫതാവ എന്ന് പറയുന്ന സുയൂത്തിയുടെ ഏത് പള്ളി ദർസിലെ മുസ്ലിയാർക്കും അറിയുന്ന ഫതാവയുടെ 2ാം ഭാഗത്തിൽ അൽ-ഇലാം ബിഹുക്മി ഈസാ അലൈഹിസ്സലാം എന്ന ലേഖനത്തിലുള്ളതാണത്. പക്ഷേ എന്താ അവർ ഉദ്ധരിക്കാത്തത്, അവർക്കെല്ലാവർക്കും അറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് വരുമ്പോ പല അത്ഭുത സംഭവങ്ങളും ഉണ്ടാകും, പല മുഅ്ജിസത്തുകളും പ്രകടമാകും. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. ലൈൻ കാമ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു ഹനീഫ് കായക്കൊടി, കാമന്റെ ഫായിലാരാ മുസ്ലിയാരെ? നിങ്ങൾ തലാഖിന്റെ ഫായിലും മഫൂലും വെച്ച് തർക്കിച്ചോലല്ലേ, ഫായിലാരാണെന്ന് പറയും. ഈ അഹ്സനിയാണോ, ലോക മുസ്ലിമീങ്ങളാണോ, ലോക മുസ്ലിമീങ്ങൾ വിളിച്ചാൽ കേൾക്കുന്നതാണോ, ഉത്തരം ചെയ്യുന്നതാണോ, പ്രാർത്ഥനയാണോ വിഷയം? അപ്പൊ പറഞ്ഞ ഈസാ നബിയാണ്, അന്നത്തെ സംഭവമാണ്, അവസാന ഖിയാമത്തിനോടടുത്ത സന്ദർഭത്തിൽ നടക്കുന്ന ഈസാ നബിയിലൂടെ വെളിപ്പെടുന്ന അത്ഭുത സംഭവമാണ് എന്ന കാര്യം തെളിയുമല്ലോ. ഇന്ന് കിട്ടിയ റിപ്പോർട്ട് 7 മുസ്ലിം കുടുംബങ്ങൾ സ്വേപ്പി സുന്നികൾ അവിടെ മുജാഹിദായി എന്നാണ്. മിഞ്ഞാന്ന് നടന്ന വാദപ്രതിവാദം കൊണ്ട് ഈ അഹ്സനിമാർ ഇനിയും ഇറങ്ങട്ടെ ഇൻഷാ അല്ലാഹ്. എവിടെയൊക്കെ സംവാദം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ മുജാഹിദുകൾക്ക് വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. ഒസങ്കടി സംവാദം നടന്നു, 3 പള്ളിപ്പ് ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ പരിസരത്ത്, 5 കിലോമീറ്റർ പരിസരത്ത്. കാരണം എന്താണെന്നറിയോ, പണ്ടത്തെ മാതിരില്ല, സംവാദം ഇപ്പോൾ വീട്ടിലിരുന്ന് കാണാൻ പ്രാദേശിക ചാനലിലൂടെ ഞങ്ങൾ സൗകര്യം ചെയ്യുകയാണ്, ആർക്കൊരു പ്രയാസമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, സംഗതികൾ ഇങ്ങനെയൊക്കെയാണ്. പല ആളുകളും മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഹദീസ് കാണാൻ വേണ്ടി ഇന്നലെ നമ്മുടെ പ്രവർത്തകരെ സമീപിച്ചു. അവിടുത്തെ ആളുകള് ഹദീസ് കാണിച്ചു കൊടുത്ത് വായിച്ചു കൊടുത്ത്, സുബ്ഹാനല്ലാഹ്, ഈ ബാത്തിലിന്റെ കൂടെയാണല്ലോ ഞങ്ങൾ ഇത്രയും കാലം നിന്നത്, ഇതാണോ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഈ പാപപ്പെട്ട സമുദായത്തെ ശിർക്കിൽ പിടിച്ചു നിർത്തുവാൻ വേണ്ടി സഖാഫികളും സയ്യിദികളും മഹ്സനികളും ദാരിമികളും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നരകത്തിലേക്ക് മുസ്ലിമീങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റുമാരായിക്കൊണ്ട്. അത് തുറന്നു കാട്ടാൻ ഇവിടെ ആർക്കും സമയമില്ല. എല്ലാവരും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വോട്ട് പട്ടിയിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു MLA സ്ഥാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ ഇതെല്ലാം അവർക്ക് ശാഖാപരമാണ്, നിസാരമാണ്. വെറുതെ ഇതിനൊക്കെ എന്തിനാ തമ്മു തല്ലുന്നത്? നമുക്ക് 4 വോട്ട് കിട്ടുന്നതിനെ പറ്റി ആലോചിക്കുക, അതിന് വല്ല ആയത്തും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നിടത്താണ് ഇവിടെ ഇസ്ലാം ശക്തിയാണ്, വ്യക്തിയാണ്, യുക്തിയാണ്, മുക്തിയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാം വളരെ സമഗ്രമാണ് എന്ന് പറയുന്ന ആളുകൾ കൊണ്ടിരിക്കുന്നത്. സമുദായത്തിന്റെ യശസ്സിനും ഉന്നതിക്കും വേണ്ടി അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെയും അജണ്ടയിൽ ഈ കാര്യമില്ല. എന്നിട്ട് ഞങ്ങൾക്കൊരാക്ഷേപവും, ഞങ്ങൾ തീവ്രവാദികളാണ്, ഞങ്ങൾ തീവ്രമായിട്ടാണ് പറയുന്നത്, ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല.
സുഹൃത്തെ, ആശയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. ഈ ആശയം ഞങ്ങളുടെ വകയല്ല, ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല. അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുമുള്ള ആശയം അത് വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും അധികാരം അള്ളാഹു തന്നിട്ടില്ല, നിങ്ങൾക്കും തന്നിട്ടില്ല, ഏത് മൗലവിക്കും തന്നിട്ടില്ല. ഉള്ളത് ഉള്ള പോലെ ഏറ്റക്കുറച്ചിൽ കൂടാതെ, വെട്ടിച്ചുരുക്കാതെ, ഭേദഗതി വരുത്താതെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ശിർക്കായ കാര്യത്തെ ശിർക്കല്ല എന്ന് ഭേദഗതി വരുത്താൻ ഞങ്ങൾക്കാവില്ല. തൂമ്പയെ തൂമ്പയെന്ന് വിളിക്കാൻ കേരള മുസ്ലിമീങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാരും പരങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ഒരു തൗഹീദ്, തൗഹീദ്, ശിർക്ക്, ശിർക്ക്. എത്ര കാലായി ഇത് കേൾക്കുന്നു സഹോദരാ. പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് വാ. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണല്ലോ ഒന്നാമത്തെ പ്രവാചകൻ. ഒരു മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിച്ച വ്യക്തി എന്ന നിലക്ക് അദ്ദേഹമാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കാലം മുതൽക്ക് ഇങ്ങോട്ട് എടുത്തു നോക്ക്. എന്തിനാണ് ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ നിയോഗം ഉണ്ടായത്? ആദം നബി അലൈഹി സ്വലാമിന് ശേഷം 10ഓളം തലമുറ കഴിഞ്ഞപ്പോൾ ആദം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച തൗഹീദിൽ നിന്നും ആളുകൾ ബഹുദൂരം അകന്നുപോയി. അവിടെ മരിച്ചുപോയ വദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ സാലിഹീങ്ങളായ ആളുകളെ ആദ്യം അവരെ ഖബറിങ്കൽ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അവരെ പ്രതിമയുണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. അവരൊന്നും ആരാധ്യന്മാരല്ല. അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്താൻ അവരോട് ദ്വാരക്കാനോ പാടില്ല. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനുമില്ല എന്ന സത്യം ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഴക്കി. അപ്പോഴും നമ്മളെ ഈ ഖൗമ് പറയുന്ന മറുപടി എന്താ? മാ സമീനാ ബിഹാദാ ഫീ ആബായിനൽ അവ്വലീൻ. ഞങ്ങളുടെ ആദ്യകാല തലമുറയിൽ ഞങ്ങൾ ഇത് കേട്ടിട്ടേ ഇല്ല. കണ്ടോ, ഇതന്നെ പറയാ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉപ്പാപ്പാര് പേച്ചില്, അതിന്റെ ഉപ്പാപ്പാര് പേച്ചില് ആകെപ്പുള്ള ബേജാർ. മൂപ്പര് പേക്കളിയെ പറ്റിയൊരു പേടിയില്ല, ഉപ്പാപ്പ പേച്ചോന്നാ പേടി. പറയുന്നേട്ടാ തോന്നുന്നു ആദ്യ ഉപ്പാപ്പാനെ പറ്റി അബനെ വിചാരണ ചെയ്യാന്നാ. എന്ത് പറ്റിപ്പോയി സഹോദരാ? ഉപ്പാപ്പാക്ക് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ള പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരക്കല്ലേ നമ്മൾ വേണ്ടത്? ഉപ്പാപ്പ ചെയ്ത തെറ്റി നമ്മൾ ആവർത്തിക്കണോ? ഉപ്പാപ്പ കള്ളുടിയാനായിരുന്നു, അതുകൊണ്ട് കള്ളു സാപ്പിന്ന് ഞാൻ ഇറങ്ങൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവരൊരു കഴിഞ്ഞു പോയ സമുദായം. അവർ സമ്പാദിച്ചതിന്റെ ഗുണം അവർക്കുണ്ടാകും, നിങ്ങൾ സമ്പാദിച്ചതിന്റെ ഗുണം നിങ്ങൾക്കുണ്ടാകും. ഒരിക്കലും തന്നെ അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് സക്കരിയ, നിന്റെ ഉപ്പാന്റെ ഉപ്പ എന്താ ചെയ്തത് അത് ചോദിക്കൂ എന്നോട്. ഉപ്പാന്റെ ഉപ്പ പല തെറ്റും ചെയ്തതായിട്ട് എന്നെ ബോധ്യപ്പെടുത്തി ആ കിടക്ക് നരകത്തേക്ക് എന്നോട് പറയോ? ഇല്ല. ഉപ്പ ചെയ്തതിനും കൂടി ഞാൻ മറുപടി അറിയേണ്ടതില്ല, ഞാൻ ചെയ്തതിനാണ് കൂടി പറയേണ്ടത്. പക്ഷെ ഇത് സമുദായം ചിന്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഉപ്പാപ്പാര് നരകത്തിലാ, നരകത്തിലാ, സ്വർഗത്തിലാ? അപ്പ പറയണം. ഏയ്, ഞമ്മക്ക് പറയാൻ കഴിയോ കൂട്ടരെ? അമ്പിയാക്കൾക്ക് വഹയുള്ളവർക്കല്ലാതെ ഇത് പറയാൻ കഴിയോ? ചില ആളുകൾ നബിയോട് ചോദിച്ചു, ഐ നബി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയുള്ളോണ്ട് റസൂൽ പറഞ്ഞു, അബൂക ഫിന്നാർ, നിന്റെ വാപ്പ നരകത്തിലാണ്. അപ്പൊ അയാൾക്ക് വല്ലാതെ വിഷമം. അയാൾ ഇങ്ങനെ തിരിച്ചു പോകുക വിഷമിച്ചു. അപ്പൊ നബി ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു, വിഷമിക്കൊന്നും വേണ്ട, ഇന്ന അബിയു അബാക ഫിന്നാർ, എന്റെ വാപ്പി നിന്റെ വാപ്പി നരകത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ സമാധാനിപ്പിച്ചു. എന്റെ വാപ്പ അബ്ദുൽ നരകത്തില, പിന്നെന്താ നീ ഇത്ര ബേജാറാകാൻ? ഞാൻ ബേജാറാകണില്ലല്ലോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളാ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമല്ല. ഈ ചോദ്യം ഫിറഔൻ ചോദിച്ചു, ഫിറഔന്റെ അനുയായികളെ കൊണ്ട് ചോദിപ്പിച്ചു. മൂസ നബിയെയും ഹാറൂൻ നബിയെയും തടഞ്ഞു നിർത്താൻ വേണ്ടി എന്താ ചോദിപ്പിച്ചത്? മൂസ, ഹാറൂൻ, നിങ്ങൾ പറയുന്നതാണ് സത്യമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാല തലമുറന്റെ സ്ഥിതി എന്താ? ഇന്നും നമ്മൾ ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എടോ നീ ഇപ്പൊ വലിയ ആളായിട്ട് മുജാഹിദിന്റെ ആളായി നടക്കുന്നുണ്ടല്ലോ, നിന്റെ ഉപ്പ ആരായിരുന്നടാ? പറ, നിന്റെ ഉപ്പാന്റെ ഉപ്പ ആരായിരുന്നടാ? നിന്റെ ഉപ്പ ഈ ജാറത്തിലേക്ക് കണ്ണ നേർച്ചയാക്കിയ ആളല്ലടാ, നിന്റെ ഉപ്പാന്റെ ഉപ്പല്ലടാ ഈ ജാറം ഇവിടെ കെട്ടിയത്, അവരൊക്കെ നരകത്തിലാ. പറേ എങ്ങനെ പറയാൻ പറ്റണേ? ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. മൂസ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബിയും കൊടുത്ത മറുപടിയാണ്. കഴിഞ്ഞ കാല തലമുറന്റെ സ്ഥിതി എന്താന്ന് ചോദിച്ചപ്പോ അതിന്റെ വ്യക്തമായ കൃത്യമായ അറിവ് എന്റെ റബ്ബിങ്കലുണ്ട്. കണ്ടോ, അത് എന്റെ റബ്ബിന്റെ രേഖയിൽ അതൊക്കെ ഉണ്ട്, എന്റെ അതില്ല. ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബിന് പഴക്കൂല, വലാ യൻസാ, എന്റെ റബ്ബിന് മറവ് പറ്റുകയുമില്ല. അത് റബ്ബിന്റെ ഒക്കെ അറിയാം, എനിക്കത് പറയാൻ കഴിയൂല. അതെന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ. ഉപ്പ പേച്ചോ ഉപ്പാപ്പ പേച്ചോ എന്നുള്ളതല്ല, നമ്മൾ പേക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ്.
അതുകൊണ്ടാണ് മർമ്മപ്രധാനമായ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇത് പറയുന്നത്. ഇവിടെ സ്വാഗതം പറഞ്ഞ എന്റെ സുഹൃത്ത് തൗഹീദിന്റെ പ്രാധാന്യവും ശിർക്കിന്റെ ഗൗരവം ഇവിടെ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഞാനത് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പല സ്റ്റേജുകളിൽ ഞങ്ങളത് കേൾപ്പിച്ചതാണ്. അമ്പിയാക്കളകിലവും പ്രബോധനം ചെയ്ത കാര്യം, ഏതു നാട്ടിൽ ഏതു കാലത്ത് ഏതൊരു നബി വന്നിട്ടുണ്ടോ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്താകട്ടെ, സാമൂഹ്യ സാഹചര്യങ്ങൾ എന്താകട്ടെ, ഒരു പ്രശ്നമല്ല, എല്ലായിടത്തും തൗഹീദ് പറഞ്ഞിട്ടുണ്ട്, ശിർക്കിനെ എതിർത്തിട്ടുണ്ട്. മർമ്മപ്രധാനമായ വിഷയം അതായിരുന്നു. തൗഹീദ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയുമില്ല. തൗഹീദിന്റെ 90% കിട്ടിയിട്ടും രക്ഷയില്ല, 10% പോയാൽ നരകത്ത് പോകുന്നു. ഇത് ഞങ്ങളെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾക്ക് അമ്പലക്കടവ് ഫൈസി സമുദായത്തിന്റെ മൊത്തക്കുത്തക ഏറ്റെടുത്തിട്ടുള്ള സമസ്തന്റെ ആളുകൾ, അയാൾ തന്നെ പറയുന്നതാണ്. നിങ്ങൾ ആദ്യമായി ഞാൻ കാണിക്കാൻ പോകുന്ന ക്ലിപ്പ് അതൊന്ന് കണ്ടോളൂ. തൗഹീദിന്റെ 2 കിട്ടിയ ഒരാൾ മരിച്ചുപോയ എന്താണ് അവസ്ഥ? തൗഹീദിന്റെ 99% കിട്ടി മരിച്ചുപോയാലും രക്ഷയില്ല സുഹൃത്തുക്കളെ. അമലിന്റെ കാര്യത്തിൽ, അഴ്മാദിന്റെ കാര്യത്തിൽ എന്തൊക്കെ കമ്മി വന്നാലും, എന്തൊക്കെ കുറവ് വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ആ കാര്യത്തിൽ അള്ള ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ള വിട്ടുപുറത്തേക്കും. പക്ഷേ തൗഹീദിന്റെ കാര്യത്തിൽ ഭംഗം വന്നാൽ, തൗഹീദിന്റെ കാര്യത്തിൽ 1% വീഴ്ച വന്നാൽ അത്തരം ആളുകൾക്ക് രക്ഷയില്ല സുഹൃത്തുക്കളെ. തൗഹീദിന്റെ കാര്യത്തിൽ ഭംഗം വന്നാൽ, ശിർക്ക് വന്നു പോയാൽ അല്ലാഹു പൊറുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ ശിർക്ക് പൊറുക്കൂല, തൗഹീദ് ഗൗരവമുള്ളതാണ്. അതിപ്പോ നമ്മളെല്ലാരും ഇപ്പൊ സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇനിയെങ്കിലും ഞങ്ങളെ കളിയാക്കൂല്ലോ, നിങ്ങളൊരു തൗഹീദ്, നിങ്ങൾക്ക് എപ്പോഴും ഒരു തൗഹീദ്. ഞങ്ങളിത് പറയാൻ കാരണതാ 99% തൗഹീദ് ശരിയാലും 1% കൊണ്ട് നരകത്ത് പോകുന്ന അയാൾ പറഞ്ഞു. ഇത്ര ഗൗരവത്തിൽ നിങ്ങൾ കേട്ടുവിടോ? ഇവരെടുത്തുനിന്ന് കേൾക്കില്ല. അപ്പൊ അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ പരോക്ഷമായ സ്വാധീനം. ഇതൊക്കെ പ്രത്യക്ഷ സ്വാധീനത്തിന് പുറമെ പരോക്ഷമായ സ്വാധീനം. പ്രസംഗ ശൈലി തന്നെ മാറ്റം വന്നു. എന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഞങ്ങൾ ചെയ്യണത് ശിർക്കല്ല, ഒരൊറ്റ തെറ്റിക്കല്. അവിടെ മാത്രമേ തെറ്റുള്ളൂ. ശിർക്ക് ഗൗരവാണ്, തൗഹീദ് പ്രധാനപ്പെട്ടതാണ്, പക്ഷേ ഞങ്ങൾ ചെയ്യണത് ശിർക്കല്ല. അത് ശരി, തൗഹീദ് പ്രധാനപ്പെട്ടതാണ്, ശിർക്ക് ഗൗരവമാണ്, അത് പ്രബോധനത്തിൽ പ്രധാന വിഷയമാണെന്ന് കേരള മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത് മുജാഹിദുകളാണ്. എല്ലാ വിഭാഗം ആളുകളും ഇന്നത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് തൗഹീദ്, എന്തൊക്കെയാണ് അതിന്റെ താല്പര്യം, എന്തൊക്കെയാണ് ശിർക്ക്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ശിർക്കിലകപ്പെടുന്ന ആ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ, അത് മനസ്സിലാക്കുന്നതിൽ തന്നെ മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അർത്ഥം എല്ലാരും മദ്രസയിലും ഒന്നെന്നെ പഠിപ്പിക്കുന്നത്, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ യാതൊരു ഇലാഹുവില്ലെന്ന്, ഇല്ലല്ലാഹു അല്ലാഹു ഒഴികെ ആരാധനക്ക് അർഹനായി അല്ലാഹു ഒഴികെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് ആരാധന? നിസ്കാരം ആരാധനയാണ്, ഇബാദത്താണ്. നോമ്പ് ഇബാദത്താണ്, സക്കാത്തും ഹജ്ജും ഇബാദത്താണ്. അതെല്ലാ സാധാരണക്കാർക്കും അറിയുന്നൊരു വിഷയമാണ്. പക്ഷെ ദുആ ഇബാദത്താണോ? അത് ആദ്യകാല സമസ്തക്കാർക്ക് അറിയുമായിരുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അത് നബിയാകട്ടെ, കല്ലാകട്ടെ, വലിയാകട്ടെ, മരമാകട്ടെ, അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സമസ്തക്കാർക്ക് തർക്കമുണ്ടായിരുന്നില്ല. അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല കണ്ണൂർ എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകത്തിന് ആ കാലത്ത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ പ്രസിഡന്റ് ഒരു ഖണ്ഡനം എഴുതിയിരുന്നു. അത് റദ്ദു തൗഹീദിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നത് തന്നെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ. ആ റദ്ദു തൗഹീദിൽ ഇവർ എന്താ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, അവരോട് പ്രാർത്ഥിക്കുന്നതും അവരെ ആരാധിക്കുന്നതും ശിർക്കാണ് എന്ന് പറയാത്തൊരൊറ്റ മുസ്ലിമും ഇല്ല എന്നാണ്. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോൾ എന്തായി? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അത് ഇസ്ലാമിനെതിരല്ല, മുസ്ലിമിന് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു പൊന്മളക്കാരൻ മുസ്ലിയാരുടെ ശാന്തി മന്ത്രങ്ങൾ, ശിഥിലതന്ത്രങ്ങൾ എന്ന പേരിൽ പുസ്തകം ഇറങ്ങിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഫത്വകൾ എന്ന പേരിൽ ഫത്താവ മുഹിയുസുന്ന എന്നിറങ്ങിയിരുന്നു. അതിലൊരു ചോദ്യോത്തരമുണ്ട്. അതിലൊരു ചോദ്യം എന്താണെന്നൊരു, മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുണ്ടോ? അനുവദനീയമാണ്, ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. ഒരു പേടിയില്ല. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ ബുക്കെന്ന് സമസ്തയിലെ പ്രമുഖരായ 8 പണ്ഡിതന്മാർ പരിശോധിച്ചിട്ടാ പുറത്തിറക്കുന്നത്. അള്ളാഹുവിന് പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും, വലിയാകട്ടെ, മരമാകട്ടെ, കല്ലാകട്ടെ, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന സമസ്തയുടെ മുൻഗാമികളെ തിരുത്തിക്കൊണ്ട് പുതിയ തലമുറ രംഗത്ത് വന്നിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? നാട്ടിക മൂസ മുസ്ലിയാരോട് ഇസ്തിഖാമ എന്ന പരിപാടിയിൽ കണ്ണൂരിൽ നിന്ന് ചോദ്യം ചോദിച്ചു. ആകാം എന്നായിരുന്നു ഉത്തരം. ചന്ദ്രിക അത് റിപ്പോർട്ട് ചെയ്തു.
അപ്പൊ രണ്ടു കൂട്ടർക്കും അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്നിടത്താണ് ഇപ്പോൾ രണ്ടു കൂട്ടരും എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് തർക്കത്തിന്റെ മർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു, ബദരീങ്ങളെ വിളിച്ചു തേടുന്നു. ഓരോ മൗലിദ് കിതാബ് എടുത്തു നോക്കിങ്ങള്. അലവി സക്കാബി തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയൊക്കെ ചെറുപ്പത്തിൽ 63 വക ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എത്ര വകയാണ് കൂട്ടരെ? 133 വക, 223 വക, 333 വക, 553 വക. ഇവനൊക്കെ മരിച്ച അപ്പന്റെ പേരിലുണ്ടാകും. അലവി മൗലൂദ്, സുലൈമാൻ മൗലൂദ്, അതൊക്കെ വന്ന അപ്പൊ ഇങ്ങനെ തലയണ വലുപ്പത്തിൽ കൂടല്ലേ. ഇപ്പൊ ഈക്കെ മരിച്ചു, ഈക്കേന്റെ മൗലീദ് അതിൽ കയറി, മറ്റേയാള് മരിച്ചു, അയാളെ മൗലീദ് അതിൽ കയറി. അതിങ്ങനെ തലയണ വലുപ്പത്തിൽ എട്ടിവിടല്ലേ. കാരണം എന്താ? മഹാന്മാരെ പ്രശംസിച്ചുകൊണ്ട് ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മധുകൾ പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ്. അപ്പൊ ഗദ്യപദ്യ സമ്മിശ്രമായിട്ട് ഓരോരുത്തർ എഴുതിണ്ടാക്കും. അതിങ്ങനെ സബീന എന്ന കീറ കിതാബിൽ ഇങ്ങനെ അട്ടിയായി വരും. അപ്പൊ 553 1053 ഒക്കെ ആകും എന്ന് ഞങ്ങളല്ല പറയുന്നത്. ഇതിങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയത് അലവി സക്കാബി തന്നെയാണ് പറയുന്നത്. തൽക്കാല ക്ലിപ്പ് കാണിക്കാൻ നേരില്ലാത്തോണ്ട് ഞാനിപ്പോ അത് കാണിക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ മഹാന്മാരെ വിളിച്ചു തേടുകയാണ് ഓരോ മൗലിദിലുള്ളത്. മൊഹിയുദ്ദീൻ മൗലിദിൽ മൊഹിയുദ്ദീൻ ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. റിഫായി മാലിൻ റിഫായി മൗലിദ് എടുത്ത് നോക്കിയാൽ അതിൽ റിഫായി ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാഹുൽ ഹമീദിന്റെ പേരിൽ ഉണ്ടാക്കിയാൽ ഷാഹുൽ ഹമീദിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എന്തിനാണ് ഈ മാല മൗലിദുകളൊക്കെ? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തന്നെ. ഈ ജാറങ്ങളിലൊക്കെ നടക്കുന്നത് എന്താ? ഞങ്ങൾ സിയാറത്തിന് പോകല്ലേ എന്നാ പറയല്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും നാട്ടുകാരൊക്കെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട്, ചെയ്യല് സുന്നത്തുമാണ്. എന്തിനാ പോണത്? ഉപ്പാനോട് ചോദിക്കാനാണോ? ഉപ്പാ, നിങ്ങളെ മരണത്തിന് ശേഷം കച്ചവടമൊക്കെ പൊളിവാണ്, ഒന്ന് സഹായിക്കണേ. ബാപ്പുള്ള കാലത്ത് കച്ചവടം നല്ല ഉഷാറായിരുന്നു. ബാപ്പങ്ങ് മെച്ചപ്പോ കച്ചവടം പൊളിഞ്ഞുപോയി. ബാപ്പാനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാ. നേരെ മറിച്ച് മകൻ അതാ പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ എന്റെ ഉപ്പാന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറകം വിശാലമാക്കണേ, അദ്ദേഹത്തെ ഞങ്ങൾ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ട് എങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്ന മകന്റെ മനസ്സിൽ പടച്ചോനെ എനിക്കും വേണല്ലോ മരിക്കുക, ഞാനിങ്ങനെ ആയാപ്പല്ലേ ഈ ദുനിയാവും അങ്ങനെ കെട്ടിമറിഞ്ഞിട്ട് എനിക്കും വേണല്ലോ മരിക്കുക, ഈ ഒരു ചിന്ത. അപ്പൊ സന്ദർശിക്കുന്നവന് മരണചിന്തയും പരലോക ചിന്തയും ഉണ്ടാക്കുക. മരിച്ച ആൾക്ക്, മരിച്ചു കിടക്കുന്ന ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതിനാരും ഇവിടെ എതിർത്തിട്ടില്ല. പക്ഷേ CM മടവൂരിന്റെ മഖാമിലേക്ക് വണ്ടിയെടുത്ത ആളുകൾ പോകുന്നത് ശബരിമലക്ക് പോകും പോലെ, പഴനിയിലേക്ക് പോകും പോലെ, പുത്തമ്പള്ളിയിലേക്കും നാഗൂരിലേക്കും അജ്മീറിലേക്കും ഒക്കെ അതാ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ പോകുന്നത്? പടച്ചോനെ CM മടവൂരിന് പുറത്തു കൊടുക്കണേ, പുത്തമ്പള്ളി മൂപ്പർക്ക് ആഹാരം വെളിച്ചാക്കണേ, അതിനാ പോണത്? അല്ലല്ലോ. അവർക്ക് വരെ പ്രാർത്ഥന ഇട്ടിട്ട് വേണം. ഒരു വലിയ വലിയ ഔലിയാക്കന്മാരായി മരിച്ചുപോയ ആളുകളല്ലേ, അവർക്ക് ഈ നാടന്റെ പ്രാർത്ഥന വേണോ? വേണമെന്ന് ഇവർക്കും അഭിപ്രായമില്ല. പിന്നെയോ കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, മാരാരോഗങ്ങൾക്ക് ഫലസിദ്ധി, പേപ്പട്ടി വിഷ നിവാരണത്തിന്, ഇങ്ങനെ ജോലിയിൽ പ്രമോഷൻ കിട്ടുവാൻ, എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ സന്ദർശിച്ച് സായുജ്യം അടയുക. അതിനാ പോകുന്നത്. ആ സായുജ്യം കിട്ടാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, മുറാദുകൾ ഹാസിലാകാൻ അതിനാ പോകുന്നത്. CM മടവൂരിന്റെ അടുത്ത് പോകണം. അതിന് തന്നെയാണ്. ഇതിനൊന്നും ഇവർക്ക് ഒരു ഗ്രൂപ്പിനും തർക്കല്ല കേട്ടോ. AP, EK, ആന, ടൈഗർ ആർക്കും തർക്കല്ല. പേരിൽ മാത്രമേ തർക്കമുള്ളൂ. ഇസ്തിഗാസ എന്ന് പറയണോ, ഇസ്തിശ്ഫാ എന്ന് പറയണോ? ഇസ്തിഗാസ എന്നത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയ കെണിയാണ്, അതിൽ പോയി പെട്ടതാണ് നമ്മള്. ഇസ്തിശ്ഫാ ആണ് നമ്മളെ മുൻഗാമികൾ ഉപയോഗിച്ചത്. സംഗതിയൊക്കെ ഒന്ന് തന്നെ. ബദരീങ്ങളെ രക്ഷിക്കണേ, അതെന്താണ്? അത് ഇസ്തിഗാസ എന്ന് AP-യും EK-യും. ആനക്കാരൻ പറയുന്നു അതങ്ങനെയല്ല, ഇസ്തിശ്ഫാണ്. സാധനമൊക്കെ ഒന്ന് തന്നെ. എന്ത് പേര് പറഞ്ഞാലും നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതാണ്. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്തിനാണ്? പാപങ്ങൾ പൊറുക്കാൻ, കുറ്റങ്ങൾ മാപ്പാക്കാൻ. ആരാടോ പാപം പൊറുക്കുന്നവൻ? ഈ തങ്ങൾക്ക് അതിന് കൈ കൊടുത്തിട്ടുണ്ടോ? ഈ മടവൂരിന് അതിന് കൈ കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവല്ലാതെ മറ്റാരുണ്ട് പാപം പൊറുക്കാൻ? അള്ളാഹ്ക്ക് മാത്രമേ പാപവും പുണ്യവും നിശ്ചയിച്ചത് അള്ളയാണ്. പാപത്തിന് ശിക്ഷിക്കുവാനോ മാപ്പ് തരാനോ പുണ്യത്തിന് കൂലി തരാനോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. പാപം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നമ്മോട് പറഞ്ഞത് എന്താ? യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവീൻ, അവനോട് നിങ്ങൾ പൊറുക്കല്ല ചോദിക്കുവീൻ. ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100ഓളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു. എന്നിട്ട് ഇവര് മങ്കൂസിൽ എന്താ പറയുന്നത്? ഇർത്തകബുത്തു അലൽ ഖത്താ എന്നിട്ട് പാപങ്ങൾ ഒരുപാട് ഞാൻ ചെയ്ത്, നബി എങ്ങളോടാ എനിക്ക് ആവലാതി പറയാനുള്ളത് എന്നാണ്. കണ്ടോ? അതിനെന്താ തെറ്റ് എന്നാ ചോദിക്കുന്നത്.
അതിനെന്താ തെറ്റ്? റസൂലിനോട് അങ്ങനെ ചോദിച്ചാൻ എന്താ തെറ്റ്? അതൂബ് ഇലല്ലാഹി വഇലാ റസൂലിഹി മാദാ അദ്നബത്തുന്ന് ആയിഷ ബീവി ചോദിച്ചിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. എന്താ സംഗതി എന്നറിയങ്ങള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോ തലയണമേൽ ജീവനുള്ള രൂപത്തിന്റെ ഒരു ഫോട്ടോ തലയണമേൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ തലയണക്കുള്ള വിരിമൽ ഫോട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു. തന്റെ വീട്ടിൽ ജീവനുള്ളവയുടെ ഫോട്ടോയോ? നബി പകച്ചു നിന്നു, വീട്ടിലേക്ക് അങ്ങ് കയറിയില്ല. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി എന്തോ നബിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. അപ്പൊ ചോദിച്ചതാണ് അതൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി, ഞാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ കുറ്റത്തിന് ഞാൻ കുറ്റക്കാരിയാണെങ്കിൽ അള്ളാഹിനോട് തൗബ ചെയ്യുന്നു, നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് നമ്മളും ചെയ്യണമല്ലോ. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്റെ ഭാഗത്ത് സംഭവിച്ചു അബദ്ധങ്ങൾ പാപ്പാക്കണം എന്ന് പറയാറില്ലേ? അതിലെന്താ തെറ്റ്? അതാണ് ഇത്ര ഇർത്തകബത്തുവിനുള്ള തെളിവ്. നോക്കണം നിങ്ങൾ എന്തെല്ലാം തെളിവുകളാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പാപം പൊറുക്കാൻ മഹാന്മാരോട് പ്രാർത്ഥിക്കാം എന്നാണ്. ഇതുവരിങ്ങനെ ഇപ്പോ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും ബെയ്ത്തുകളും ഒക്കെ എടുത്തു നോക്കിയാൽ അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി ഇതാ ഈ 19-20 7ാമത് വീണ്ടും നാദാപുരത്ത് വരാൻ പോവുകയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന ഒരു പരിപാടിയില് CM മടവൂരിന്റെ അവിടേക്ക് ആളുകൾ പോകുന്നത് എന്തിനാണ് എന്ന് അവർ തന്നെ പുറത്തിറക്കിയ ഒരു പാട്ട് അത് കേൾപ്പിച്ചുകൊണ്ട് പറയുന്ന രംഗം അത് നിങ്ങളൊന്ന് കേട്ടോളൂ. നാദാപുരങ്ങൾക്കൊന്ന് ഓർമ്മിക്കാൻ നല്ലതാ, മുസ്ലിംമാർക്കും നല്ലതാ. CM മടവൂരിനുള്ള ബഹുമാനം വരാ CM-നെ വിളിച്ചുകൊണ്ട് പറയുന്നു, അലത്തില്ലൊളി മിന്നും കതിർ കത്തി തെളിഞ്ഞുള്ള സുൽത്താനുല്ലാരിഫായ നൂറേ ശൈഖേ, ആസികൾ കാരം നീട്ടി കരുണക്കയിരക്കുന്നു സയ്യിദി CM കൂത്തുബോരേ. കേട്ടോ, ആസികൾ പാപികൾ കരം നീട്ടി കരുണക്കായി യാചിക്കുന്നു സയ്യിദി CM കുത്തുബോരേ. CM മടവൂരിനെ ബഹുമാനിക്കുന്ന രൂപ. അഹദിന്റെ അമറെല്ലാം മുറ പോലെ നടത്തിയ അരിമുല്ല മാലർ വീശുന്നോരേ, എന്റെ അഗമിയം അറിയുന്ന വിടന്ന് തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ ഖാദിറോരേ. എന്റെ അഗമിയം അങ്ങ് അവിടുന്ന് അറിയുന്നുണ്ട്, എന്റെ അഗമിയം അങ്ങക്കറിയാം, എന്നെ തുണച്ചിടണം, അങ്ങയോട് കേഴുകയാണ് അബ്ദുൽ ഖാദിറോരേ. ഇനിയോ, കഥനത്താൽ നീറുന്ന എന്റെ കൽബകം യാ സയ്യിദി, കരകറ്റി തരണമേ യാ സയ്യിദി സനദി, കാമിലർ ശൈഖി എന്റെ ഗൗസി വയാ മദദി, കാരുണർറിവയാണ് എന്നും അതാണെൻ കൊതി, കൊതികളതെല്ലാം വീട്ടിടണേ നൂറേ യാ സയ്യിദി, മതിവരുവോളം നൽകിടണം പീരേ. കേട്ടില്ലേ? കഥനത്താൽ നീറുന്ന എന്റെ കൽബകം കരകയറ്റിത്തരണമേ സയ്യിദേ, എല്ലാ നിലക്കും അങ്ങയുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്, എനിക്ക് എല്ലാ നിലക്കും സംരക്ഷണം നൽകണം. എന്നിട്ടോ, കൽബകം ഫറഹാക്കി സൂറൂറാലെ കുളിർത്തിടാൻ ഖുതുബുല്ലഖ്താബായ രാജാ എന്നെ ഖുദ്റത്തുടയോൻ തന്റെ രീള കൂട്ടിൽ കെട്ടിപ്പൂട്ടി കാത്തിടാൻ ഇരക്കുന്നു റോജാ. മഹിമപ്പൂവായ ശൈഖുൽ അളീമായ നിധിയെ, മടവൂരിൽ ഉദിച്ചുള്ള ബദ്റാം പൊന്മതിയെ, മാലിക്കുൽ മുൽക്കിൻ ചാരത്തണഞ്ഞുള്ള മണിയെ, മാനവർക്കെന്നും രക്ഷ നൽകും അധിപതിയെ, രക്ഷകളേറെ നൽകിടണം നൂറേ, ഞങ്ങൾക്കുള്ള ശിക്ഷയകറ്റി കാത്തിരണം പീരേ. കേട്ടില്ലേ നിങ്ങൾ? ആരോടായി പറയുന്നത്? ഇതാ CM-നോടുള്ള ബഹുമാനം. CM-നെ ബഹുമാനിക്കണല്ലേ? എന്താ ചോദിച്ചത്? രക്ഷ നൽകുന്ന അധിപതിയെ, രക്ഷകളേക്ക് നൽകിടണം നൂറേ, ശിക്ഷയകറ്റി കാത്തിടണേ. ചോദിക്കുന്നത് ആരോട്? CM-നോട്. ഞാൻ കുറച്ച് പാട്ട് പാടുന്നുണ്ട്. എന്തേ കാരണം എന്നറിയോ? പേരോട് മുസ്ലിയാര് കട്ടുപ്പാറന്റെ നാടിന്റെ അടുത്തുള്ള സ്ഥലം. അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൗലവിനെ ഗാനമേളക്ക് നന്നായി പറ്റും. അവന്റെ നാട്ടുകാർക്കൊരു മോഹം, ഞങ്ങളെ ഗാനമേള കുറച്ചൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. മൂപ്പര് നാട്ടിൽ പോയി കേൾപ്പിക്കും, മൂപ്പരും കേട്ടോട്ടെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അപ്പൊ ഈ കാര്യം നടക്കണം സംഗതി. അപ്പൊ നേരിട്ട് CM മടവൂരിനെ വിളിച്ചിങ്ങനെ പറയാം, പിന്നെ ഗാനമേളൊക്കെ വെച്ച് മൂപ്പര് എന്തിനാ പറ്റുകയെന്നുള്ള ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ, ഞാൻ ഇനി ഇതാ CM മടവൂരിനെ വിളിച്ചിട്ട് തേടുകയാണ്. കേട്ടോളി, ഈ ഗാനത്തിന്റെ ഓരോന്നിന്റെ ഇടയ്ക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ആ വരികൾ, അപകടകരമായ വരികൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. കേട്ടോളൂ. ബദറൊളിയാൽ ലംഘുന്നേ, പരിമളം വീശിടുന്നേ,
ബഹുമമികും ശൈഖോരെ കുത്തുബൊലിയോരെ സിയം കരുണ തരും യാ ശൈഖുൽ അഅ്ലമ പീരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരെ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമബുവോരേ പലമറലും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളില്ലാക്കി കൊണ്ടയച്ചൊരു നൂറേ എന്റെ മറവുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇത് കേട്ടിട്ട് പേരോടിനൊരു ഹാലളക്കം. മൗലവിന്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ കുടുങ്ങിപ്പോയല്ല കേട്ടോ. മൂപ്പർക്ക് ബേജാറ്. ആളുകൾ ഇങ്ങനെ നാദാപുരം പ്രദേശത്തും നാദാപുരം കാസറ്റ് എത്തുന്ന പ്രദേശത്തുമൊക്കെ ഹുസൈൻ സലഫിന്റെ കാസറ്റ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സുന്നി വീടുകളിലും ഇന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫിയുടെ കാസറ്റുകൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അത് കേട്ട് തൗഹീദും ശിർക്കും സുന്നത്തും ബിദഅത്തും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിൽ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വെകിളി പിടിച്ചിട്ട് കാര്യമല്ല. അദ്ദേഹം പറയുന്നത് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ മൻഹജിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തോട് നിങ്ങൾക്ക് അരിശം തോന്നിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗ സ്ഥലത്ത് ആയിരങ്ങൾ തടിച്ചുകൂടുന്നതിൽ നിങ്ങൾക്ക് അസൂയ കാട്ടിയിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നാവിലൂടെ നൽകിയ ആ ഒരു മാറ്റം അത് കേരള മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആയുസ്സിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഗദ്യത്തിലായാലും പദ്യത്തിലായാലും ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇവർക്ക് ആകെ പ്രാർത്ഥിക്കാൻ മടി പടച്ചവനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. പടച്ചവനോട് പ്രാർത്ഥിച്ചാല് അമ്പലക്കടവ് പൈസ പറയുന്നത് മഹാന്മാരോട് പ്രാർത്ഥിച്ചാല് നല്ല ബെൻസ് കാർ പോയ മാതിരിയാണ്. അതേ സമയത്ത് ഈ അള്ളഹാനോട് പ്രാർത്ഥിച്ചാലോ അത് കിട്ടായൊന്നുമില്ല, പക്ഷെ KSRTC പോയ മാതിരിയാ. ഒരു പഴയ KSRTC ഇവിടുന്നാണ് കയറി. ഇപ്പോഴത്തെ ടൗൺ ടു ടൗൺ ഒന്നല്ല, പഴയ KSRTC ഇവര് പറയണത്. ഒരു ടയർ 2 ടയർ തേച്ചുണ്ടാവില്ല. അങ്ങനെ തട്ടിമുട്ടി കോഴിക്കോട് ഒരു കണ്ടക്ടർ ഉണ്ടാകുക. മൂപ്പര് മുമ്പിലാണെങ്കിൽ ബാക്കിൽ വന്ന് ഡോർ അടച്ചിട്ടാ പിന്നെ ബെല്ലടിക്കാം. 3 സ്ഥലത്ത് അങ്ങനെ നിർത്തിയാൽ 5 മിനിറ്റാണ് പോകും. അങ്ങനത്തെ സ്ഥലത്ത് തട്ടിമുട്ടിങ്ങൾ കോഴിക്കോടെത്തുന്ന ബെൻസ് കാർ പരച്ചും നന്നെത്തും. രണ്ടും ജായിസല്ലേ നാം മൂപ്പര് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അടുപ്പിക്കലല്ല ഈ മുസ്ലിയാക്കന്മാരുടെ ഉദ്ദേശം. മഹാന്മാരിലേക്കും മഹാന്മാരുടെ ജാറങ്ങളിലേക്കും മുസ്ലിമീങ്ങൾ ആട്ടിത്തെളിച്ചു കൊണ്ടുപോവുക. അതിന്റെ പങ്കുപറ്റികളും ഗുണഭോക്താക്കളുമായിട്ട് അതിന് പിന്മറയിൽ നിൽക്കുന്നത് ഇവരാണ്. അതാണ് അതിന്റെ ഗുട്ടൻസ്. എല്ലാ ജാറങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ ലക്ഷങ്ങളുടേതും കോടികളുടേതുമാണ്. വലിയ മുതൽ മുടക്കില്ലാതെ നല്ലൊരു ബിസിനസ് എന്ന നിലയ്ക്ക് ജാറ വ്യവസായം ഇപ്പൊ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കണ്ടോ, ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. ലോക മുസ്ലിം തന്നെ വരാം, വേറെ ലോക മുസ്ലിം പെടൂല. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. ഞങ്ങൾ മുശ്രിക്കാക്കല്ല, മുശ്രിക്കായി പോകാതിരിക്കാൻ വേണ്ടി ശിർക്കിന്റെ ഗൗരവം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളും പറയാൻ തുടങ്ങിയാലോ ശിർക്ക് ഗൗരവാണ്, ശിർക്ക് ഗൗരവാണ് അല്ലേ? മുസ്ലിമീങ്ങളിൽ ശിർക്ക് ആരോപിക്കുന്നു എന്നാ ഞങ്ങളെ പറ്റി പറഞ്ഞ. ഞങ്ങൾ ആരോപിക്കല്ല, ശിർക്കാരോപണം അവസാനിപ്പിക്കുക. ആര്? കേരള സുന്നി ജമാഅത്ത്. താൽക്കാലിക വിലാസം ദാറുസുന്ന പാപ്പിനിപ്പാറ എന്നാണ്. തൽക്കാലം ഞങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതാ താൽക്കാലിക വിലാസത്തിന്റെ അർത്ഥം. പാപ്പിനിപ്പാറില്ല, ഞങ്ങൾ 4 ഞാഞ്ഞൂടുകളയിലുള്ളൂ. മൂപ്പര് വന്നതെന്തിനാ? APEK ആന ടൈഗർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഇസ്തിഷ്ഫായ് സാമ്പാർ ഏറ്റങ്ങോട്ട് ചെന്ന ഹോബികൾ അങ്ങോട്ട് ഇട്ടും പോയി കാണുന്ന നജീബ് മമ്പാടിന്റെ വലിയ എത്ര വലുതാന്ന് ചെമ്മണി വലിയ ആളാ. അയാള് പറഞ്ഞു കൊടുത്തതാ. എന്നിട്ട് എന്തായി? എവിടെ പോയി സുന്നി ജമാഅത്ത്? ഇപ്പോ ഒലക്കയും പാന്തോ ഏച്ചൂട്ടിയമായില്ലേ, പൊളിഞ്ഞു പാളീസായില്ലേ? അതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയാ.
നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരിൽ ഉൾപ്പെട്ടു പോകരുത്. ദീനിനെ കണ്ടം തുണ്ടമാക്കിയവരും പല പാർട്ടികളുമായി ഭിന്നിച്ചവരുമാണ് അവരെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അങ്ങ് യോജിപ്പിക്കാൻ ശ്രമിച്ചാലൊന്നും മുസ്ലിയാരെ നടപ്പുള്ള കാര്യമല്ല. താൽക്കാലിക വിലാസം എന്ന് പറഞ്ഞാൽ തൽക്കാലങ്ങളെന്നുള്ളൂ, ഇന്നുങ്ങളെന്നുള്ളൂ അസുന്നി ജമാഅത്തിൽ. എന്നിട്ട് പറയും ശിർക്ക് ആരോപണം അവസാനിപ്പിക്കുക. വലിയ പോസ്റ്റ് ഈ സുസി എന്നൊക്കെ പറഞ്ഞ സംഘടന ഉണ്ടല്ലോ, 4 ആളുണ്ടെങ്കിലും പോസ്റ്റ് കണ്ടാ വിചാരിക്കും ഓല അവിടെ മുഴുവനും അങ്ങോട്ട് പോയി ഒട്ടിക്കല്ലേ. അങ്ങനെ എല്ലാ സ്ഥലത്തും ആരോപണമല്ല മുസ്ലിയാരെ, ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങളാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങൾ ഈ ചെറുക്കാണെന്ന് പറയുന്നത്. വെറുതെ പറയല്ല. അത് ഞങ്ങൾ പറഞ്ഞു മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാണ്, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരികയില്ല എന്ന് നജീബ് മുസ്ലിയാർ നാദാപുരത്ത് വെച്ച് പ്രസംഗിക്കണ്ടായി. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാതാ. എന്നിട്ട് മൂപ്പര് ഏതാ തെളിവ് പറഞ്ഞെന്താ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറി പറഞ്ഞു എന്നാണ്, എനിക്ക് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ ഭയപ്പെടുന്നില്ല, പക്ഷേ ദുനിയാവിൽ നിങ്ങൾ കടമത്സരം നടത്തിയാൽ എനിക്ക് ഭയം എന്ന്. ഈ ഹദീസ് ധരിച്ചിട്ട് പറയാണ് മുസ്ലിമീങ്ങൾ ശിർക്ക് വരൂല എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് സഹാബത്തിനോട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോട് നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിന് എനിക്ക് പേടിയില്ല, ഭൗതിക കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ കടമത്സരം ഉണ്ടാകും. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ, ഫീഹി ഇൻദാറു ബിമാ സയഖഉ ഫവഖഅ കമാ ഖാല, സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുണ്ടതിൽ. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു റസൂൽ പറഞ്ഞതുപോലെ തന്നെ. വഅന്നാ സ്വഹാബഹു ലാ യുശ്രികൂന ബഅദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നബിക്ക് ശേഷം ശിർക്ക് ചെയ്യുകയില്ല എന്നാണ് അർത്ഥം. ഫകാന കദാലിക, അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വവഖഅ മാ അൻദറ ബിഹി മിനത് തനാഫുസി ഫി ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ കടമത്സരമുണ്ടായി. അല്ലേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിനു ശേഷം അലി ബിൻ അബി താലിബ് ആകണോ ഖലീഫ, അല്ല പിന്നെ കൊലയാളിയെ കണ്ടെത്തിയിട്ട് മതിയോ ഖിലാഫത്ത് ഏറ്റെടുക്കാനെന്ന തർക്കമുണ്ടായി. ഒരു കൂട്ടർ അലി ബിൻ അബി താലിബിന്റെ ഖലീഫയായി അംഗീകരിക്കുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്തപ്പോൾ മുആവിയ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഷാമിൽ മറ്റൊരു ഭരണകൂടം രൂപീകൃതമായി. സഹാബികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി, ജബൽ സിഫീൻ യുദ്ധങ്ങൾ വരെ ഉണ്ടായി. കണ്ടോ? അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അതെനിക്ക് പേടിയുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല എന്ന് സ്വഹാബത്തിനെ പറ്റി പറഞ്ഞ കാര്യം അവരെന്താക്കി? ശരിക്ക് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ തന്നെ ശിർക്ക് വരൂല. ആര് പറഞ്ഞതാ ഇത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് വരില്ല. ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, നാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടെ വർജിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് എണ്ണിയത് ഏതാ? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പൊ അത് മുസ്ലിമീങ്ങളിൽ ഉണ്ടാകും. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഇബ്നു ഹജർ അസ്കലാനി തന്നെ പറഞ്ഞത്, ഐ അലാ മജ്മൂഇകുന്ന, നിങ്ങൾ മുഴുവനുമല്ല എല്ലാവരും ഒന്നായിട്ട് ശിർക്കിൽ പോകില്ലാന്ന് അതിനർത്ഥമുള്ളൂ. ചില ആളുകളുടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സമുദായത്തെ സംബന്ധിച്ചാണ് എന്ന് വന്നാലും ആരിൽ നിന്ന് ശിർക്ക് വരൂല എന്നല്ല. മുസ്ലിം സമുദായം 100% ശിർക്കിലേക്ക് അങ്ങ് പോകുക എന്നുള്ളത് ഉണ്ടാവില്ല. ചില ആളുകൾ അത് ഉണ്ടാകുന്നതിന് ഈ ഹദീസെതിരല്ല അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാലും മുസ്ലിം സമുദായത്തിൽ ശിർക്കേ വരൂല, അതിനെപ്പറ്റി പേടിക്കേണ്ടതില്ല എന്ന് ഓരൊറ്റ മുഹദ്ദിസീങ്ങളും വ്യാഖ്യാനിച്ചിട്ടില്ല. ഈ ഇസ്തിശ്ബായി സാമ്പാറുകാരൻ ഇപ്പോൾ അതുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യാഖ്യാനവുമായിട്ട്. ഇയാൾ മുജ്തഹിദ് ചമയാണ്, മുഖല്ലിദാണ് എന്ന് നായികക്ക് 40 വട്ടം പറയും എന്ന് പറഞ്ഞ മുൻഗാമികൾ പറഞ്ഞതിനെ ഉരുട്ടി മിണുങ്ങാനല്ലാതെ അത് ചിന്തിച്ചു നോക്കാൻ പാടില്ല എന്നാണ്. അങ്ങനത്തെ ആള് ഇപ്പോ ഹദീസുകൾക്ക് സ്വന്തം വക വ്യാഖ്യാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബുഖാരിയിൽ 6 സ്ഥലത്ത് സുഹൃത്തുക്കളെ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും ഈ ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിമിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അവിടെയും പറഞ്ഞിട്ടില്ല. സ്വഹാബത്തിനെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, എത്ര ആയത്തുകളുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, മുഹമ്മദ് നബിയെ താങ്കൾക്കും താങ്കളെ മുമ്പുള്ളവർക്കും ഇതാ വഹി നൽകപ്പെട്ടിരിക്കുന്നു. ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക, നിങ്ങൾ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ മുമ്പ് വന്ന അമ്പിയാക്കളോ ശിർക്കിയോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിച്ച മാസൂമുകളാണ്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഖുർആനില്? അതാ വഹുവ ഖിതാബുൽ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസത്തൻ വഖീല അൽ ഖിതാബു ലഹു വൽ മുറാദു ഉമ്മത്തുഹു ഇത് ഖദ് അലിമ അല്ലാഹു അന്നഹു ലാ യുശ്രികു വലാ യഖഉ മിൻഹു ഇസ്റാഖ്.
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംബോധനയെങ്കിലും അതിന്റെ ഉദ്ദേശം ഉമ്മത്താണ്. നിങ്ങൾ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ നബി ശിർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല, നബി ശിർക്ക് ചെയ്യുകയില്ലെന്നും നബിയിൽ നിന്ന് ശിർക്ക് സംഭവിക്കയില്ലെന്നും അള്ളാഹ്ക്കറിയാമല്ലോ. പിന്നെ അതിന്റെ ഉദ്ദേശം ആരാണ്? ഉമ്മത്താണ്. കണ്ടോ? അപ്പൊ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് സംഭവിക്കുമെന്ന് തന്നെയാണ് തഫ്സീറുകളിലൊക്കെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർക്കാകുന്നു നിർഭയത്വം, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. സൂറത്ത് അൻആമിൽ 82-ാമത്തെ ആയത്ത്. അവിടെ ളുൽമ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം ശിർക്കാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, നബിയെ അയ്യുനാലം യളിം നഫ്സഹു, എന്തെങ്കിലും ളുൽമ ചെയ്യാത്ത ആരാ ഞങ്ങളിലുള്ളത്? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുത്തി പഠിപ്പിച്ചു കൊടുത്തു. ആ ളുൽമല്ല കൂട്ടരെ ഇവിടെ ഉദ്ദേശം. ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ ളുൽമില്ലേ, ഇന്ന ശിർക്കൽ ളുൽമുൻ അലീം, ആ ശിർക്കാകുന്ന ളുൽമാണ് ഉദ്ദേശം. അപ്പൊ ശിർക്ക് മുസ്ലിമീങ്ങളിൽ സംഭവിക്കുമെന്നാണ് സുഹൃത്തുക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന, എന്റെ സമുദായത്തിലെ കുറെ വിഭാഗങ്ങൾ മുശ്രിക്കീങ്ങളോട് ചേരുന്നതാണ്. ആശയത്തിലും ജീവിത ശൈലിയിലുമൊക്കെ മുശ്രിക്കീങ്ങളോട് ചേരുന്നതാണ് എന്ന് മാത്രമല്ല, എന്റെ സമുദായത്തിൽ കുറെ ആളുകൾ ബിംബങ്ങൾ ആരാധിക്കുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുകയില്ല. മുസ്ലിമീങ്ങൾ അതപ്പതിച്ച് ബിംബാരാധന വരെ ഉണ്ടാകും. പോരെ മുസ്ലിയാക്കന്മാരെ പറ്റി പറഞ്ഞെടുക്കുന്നുണ്ടല്ലേ. ഇപ്പൊ മർക്കസ് സമ്മേളനമാണ് ഇവിടുത്തെ വലിയ വിഷയം. എല്ലായിടത്തും ആരാണ് കാന്തപുരം, എന്താണ് മർക്കസ്, ആ വ്യക്തി അങ്ങോട്ട് പൊക്കി 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 പറഞ്ഞിട്ട് അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ജാറുണ്ടായിക്കാളൂ എന്നുള്ളതാണ് അല്ലേ അവിടേക്കാ പറ്റിയിരിക്കുന്നത്. ഈ തരത്തിലുള്ള വ്യക്തി പൂജ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകും, ബിംബാരാധനയും ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ലാ തഖൂമുസ്സാഅ ഹത്താ തുഅബദ് ദൗസ് മിൻ ദുൽഖിൽസ, ദുൽഖിൽസയിലുള്ള ദൗസ് ആരാധിക്കപ്പെടുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുകയില്ല. കണ്ടോ? മാത്രമല്ല ദുൽഖുൽസയിലുള്ളതിനെ പറ്റി വേറെ ഹദീസ് ഉള്ളത്, ഹത്താ തൽതരിബ അലിയാതു നിസാഇ ദൗസിൻ അലാ ദുൽഖുൽസ, ദുൽഖുൽസ എന്ന ബിംബത്തിന് ചുറ്റും പെണ്ണുങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യും, അവരുടെ പൃഷ്ഠഭാഗങ്ങൾ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നടക്കും എന്ന്, അതുവരെ അന്ത്യസമയം സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുൽഖുൽസ എന്നത് ജാഹിലിയത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു താഗൂത്താണ്. കണ്ടോ? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അയ്യക്ഫുറൂന വയർജിഊന ഇലാ ഇബാദത്തിൽ അസ്നാം, മുസ്ലിമീങ്ങളിൽ കുഫ്ർ സംഭവിക്കും, അവര് ബിംബാരാധനയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ വരും. ഇത്ര വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന കള്ളപ്രചരണം ഈ ശിർക്കൊന്നും ശിർക്കല്ല എന്ന് പഠിപ്പിക്കാനാണ്. അത് നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. ആരാണ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്? ഞങ്ങളാണോ? ഈ മുസ്ലിം സമുദായത്തിൽ ശിർക്കേ ഇല്ല, ശിർക്കിനെ പേടിക്കേണ്ട കൂട്ടരെ, മുസ്ലിമീങ്ങൾ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെയുള്ള അതിഗുരുതരമായ കുപ്രചരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ദുബ്ബിൽ ലതബിഅതുമൂഹു, നിങ്ങളെ മുമ്പുള്ളവരെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് അറുത്തു മുറിച്ച് ഖണ്ഡിതമായ ശൈലിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറയാണ്. സഹാബികൾ ചോദിച്ചു, നബിയെ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യഹൂദ വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളെയാണോ ഞങ്ങളെ മുമ്പുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാലഫമൻ, അല്ലാതെ മറ്റാരെയാണ്? അപ്പൊ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളെയും ചീത്ത നടപടിക്രമങ്ങളെ ഈ ഉമ്മത്ത് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. എന്നിട്ട് ആ പിൻപറ്റുന്നതിന്റെ കോലം ഒന്ന് വിശദീകരിച്ചു. അവർ ഒരു ഉടുമ്പിൻ മാളത്തിൽ കടന്ന നിങ്ങളും കണ്ണും മുട്ടിയവരെ പിൻപറ്റും. ഉടുമ്പ് തന്നെ ഓന്തിനേക്കാളും വലിയൊരു സാധനം. അത് കടക്കുന്ന മടയില് ഈ കയ്യും കാലും വലിയ ഉടലുള്ള മനുഷ്യന് കയറാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതുപോലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഒന്നും ഉണ്ടാവില്ല. മുൻ സമുദായങ്ങളെ കണ്ണടച്ചനുകരിക്കുന്നതിൽ അത്രമാത്രം അവർ വഴിവിട്ടു പോയിട്ടുണ്ടാകും. വീണ്ടും വിചാരമില്ലാതെ അന്ധമായി അവർ മുൻ തലമുറകളെ അനുഗമിക്കും, ജൂത ക്രിസ്ത്യാനികളെ അനുഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ച തെറ്റ്? പ്രവാചക സ്നേഹത്തിൽ അവർ അതിരുകവിഞ്ഞു. പ്രവാചകന്മാരെ പ്രശംസിച്ച് ഈസ നബിയെ ഇബ്നുല്ലാഹ്, അള്ളാഹിന്റെ മകൻ എന്നാക്കി ക്രിസ്ത്യാനികൾ. ഉസൈർ നബിയെ അള്ളാഹുവിന്റെ പുത്രനാക്കി യഹൂദികൾ. പ്രവാചക സ്നേഹത്തിൽ അതിരുകവിഞ്ഞു. അതുകൊണ്ടാണല്ലോ ബൂസീരി ബുർദയിൽ പറഞ്ഞത്, കണ്ടോ? നസാറാക്കൾ അവരുടെ
അവരുടെ നബിയും അവരെ നബിയെ കുറിച്ച് പറഞ്ഞ് നീ ഒഴിവാക്കിക്കളാ. ദൈവപുത്രൻ എന്ന് നീ പറയണ്ട, അതല്ലാത്ത വേറെ എന്തു വേണമെങ്കിലും നീ പറഞ്ഞോന്ന് ബൂസിയിൽ ലൈസൻസ് കൊടുത്തു. ഇതാ ബുർദ മജ്ലിസുകളിൽ അതാ പച്ചയായ ശിർക്ക് താളമേളങ്ങളോട് കൂടി കൊട്ടും കൊരവയുമായി മുസ്ലിം സമൂഹത്തിൽ ഇതാ ഇപ്പോൾ ശബ്ദ മലിനീകരണവുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആദരവിൽ എണീറ്റ് നിന്ന് ബഹുമാനിച്ച് ബുർദാസ്വാദന സദസ്സുകൾ, ബുർദാലാപന സദസ്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് ശിർക്കിന്റെ ചന്തകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മുസ്ലിയാക്കന്മാര്. എന്നിട്ട് വാദിക്കുന്ന എന്താ, ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കണം, ശിർക്ക് വരുന്നതിനെ നമ്മൾ ഭയപ്പെടണം എന്നാണ് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്കിനെതിൽ പോരാടിയ വ്യക്തിയല്ലേ? അദ്ദേഹത്തിന്റെ ദുആ എന്താ? എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നത് നീ തടഞ്ഞു നിർത്തണേ, അകറ്റി നിർത്തണേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അമ്പിയാക്കളിൽപ്പെട്ട പ്രമുഖനായ പ്രവാചകൻ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്. നോക്കണം, പിന്നെ നമ്മക്കുണ്ടോ ഒരു ഗ്യാരണ്ടി? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്ക് സംഭവിക്കുന്നതിനെ മറ്റെല്ലാ പാപങ്ങളെക്കാളും അറിയും നമ്മൾ ഭയപ്പെടണം. അത് നമ്മളിൽ വിശ്വാസത്തിലും കർമ്മത്തിലും വന്നു പോകുന്നത് ഭയപ്പെടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. പടച്ചവനെ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് വെക്കുന്നതെന്നും ഞാനിതാ നിന്നോട് അഭയം ചോദിക്കുന്നു. അറിയാതെ സംഭവിക്കുന്ന ശിർക്കിൽ നിന്നും ഞാനിതാ പാപമോചനം തേടുന്നുവെന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചു. എപ്പോഴാത് അറിയോ? നബിയെ, ശിർക്കിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ രൂപത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ദുആ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ, കാരണം നബി പറഞ്ഞു, ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്, റിയാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ലോകമാന്യത്തിന് വേണ്ടി അമൽ ചെയ്യുക, അതൊരു തരം ശിർക്ക്. അള്ളാഹിനെ തൃപ്തിപ്പെടുന്നതിന് പകരം ആളുകളെ തൃപ്തിപ്പെടുത്തുക, ആളുകളെ മുഖം നന്നാക്കാൻ ശ്രമിക്കുക, അവർക്ക് വേണ്ടി അമലുകൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനത്തെ കാര്യം റിയാ എന്നാ പറയുന്നത്, ചെറിയ ശിർക്കാണ്. അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് ഉറുമ്പ് എഴഞ്ഞു വരുന്നതിനേക്കാൾ ഗോപ്യമായ നിലക്കാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്, വകൈഫ നത്തഖി, ഞങ്ങൾക്ക് എങ്ങനെ അതിനെ സൂക്ഷിക്കാൻ സാധിക്കും, ഇത്രയും ഗോപ്യമായ രഹസ്യമായ ഒരു കാര്യത്തെ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്, ശിർക്കിന്റെ ചെറുതും വലുതുമായ ഇനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, മുസ്ലിയാക്കന്മാരുടെ ഈ കുപ്രചരണത്തിൽപ്പെട്ട് ശിർക്കിനെ പേടിക്കാതെ ജീവിക്കരുത്. വൻ പാപങ്ങളെ കൂട്ടത്തിൽ ഒന്നാമതായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ കാര്യമാണത് ശിർക്ക്. അതിനെ പേടിക്കണം നമ്മള്. ഞങ്ങൾ മുശ്രിക്കാക്കാനല്ല ഇത് പറയുന്നത്. മുസ്ലിം സമുദായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ കടന്നുകൂടുന്നത് അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാനാണ്. നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ ന്യായീകരിച്ചു കൊടുക്കല്ല. അതാണ് പുസ്തകന്മാർ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് വലിയൊരു ഹീറോ ആയി മാറിയിട്ടുള്ള നമ്മുടെ റഹ്മത്തുള്ളാ കാസിമി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കിട്ടിയ സദസ്സുകളിൽ വെച്ച് ചിലപ്പോഴൊക്കെ ചില സത്യങ്ങൾ അറിയാതെ വിളിച്ചു പറയാറുണ്ട്. അതിൽപ്പെട്ടൊരു സത്യം, ഒരിക്കൽ അദ്ദേഹം സുജനപാൽ MLA ഒക്കെ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് പറയാണ്, ആരെയും വേദനിപ്പിക്കാനോ ഏതെങ്കിലും സമുദായത്തെ കുറ്റം പറയാനോ അല്ല, മുസ്ലിമീങ്ങളിൽ സംഭവിക്കുന്ന ശിർക്കിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എന്റെ പ്രസംഗമെന്ന് നമ്മുടെ റഹ്മത്തുള്ളാ കാസിമി എന്റെ സുഹൃത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം
അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വൽയകുൻ ഫീഹി മാ യകൂൻ, അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞ മൂപ്പരെ നേരെ കൊണ്ടുപോയിട്ട് CM മടവൂരിന്റെ നേർച്ച ഉദ്ഘാടനം ചെയ്യിച്ചു. കഥ കഴിഞ്ഞല്ലോ. അതോടുകൂടി ഹറാമിന്റെ ചന്ത, ശിർക്കിന്റെ ചന്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ടകോടാലിയായ ജാറം, ആ ജാറത്തിലെ നേർച്ച ഉദ്ഘാടനം ചെയ്യിച്ച് കൊണ്ടോട്ടി നേർച്ച മൂപ്പര് വല്ലാണ്ട പറഞ്ഞ് അപ്പൊ എന്താക്കി, മൂപ്പരെ കൊണ്ടുപോയിട്ട് CM മടവൂരിന്റെ നേർച്ച ഉദ്ഘാടനം ചെയ്യിച്ച്. CM മടവൂരിന് ജാറം പേറിയും പിരിവ് ജാറം പേറിയാ. CM മടവൂര് മരിച്ചപ്പോ അതൊക്കെ ഒരുപാട് പറയാണ്ട്. നിങ്ങൾ അസൽ സക്കാഫി അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പറയാൻ സമയമില്ല. വേണ്ടി വന്നാൽ നമുക്ക് പറയാ. മരിച്ചത്തിന് വേണ്ടി കുറെ കടിവലി കൂടിയിട്ടുണ്ട് അവര്. EAPക്കാർ അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ച് കബർ കുഴിച്ചു. അപ്പത്തിന് ഈക്കക്കാർ അവിടെ കുഴിച്ചു. കാന്തവര ഇമാമുക്കുന്നുണ്ട് ഇവിടെ കുറെ ആള്. അല്ല, ഈ പാണക്കാട് ഇമാമുക്കുന്നത് വേറെ അനൗൺസ്മെന്റ്. ആകെ കൂടി മയ്യത്ത് പേർക്ക് കിട്ടിയെങ്കിലും പിരിവ് മക്കാമ് ബരേക്കാം EAPക്കാരൊക്കെ. അപ്പൊ എന്തായിന്ന് വിചാരിച്ചാല് ഇറങ്ങിയോലൊക്കെ അവിടെ പൈസ ഇട്ടിട്ട് ഇവിടെ സിയാർത്തും ചെയ്തിട്ട് പോവുക. കാശ് ഓൽക്കും സിയാർത്തി അമ്മക്കും. അതിൽ ഈക്കക്കാരാകെ കുടുങ്ങിയിട്ട് അവസാനം അവിടെ റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ജാർത്തിക്കത്തിന് വലിയൊരു കവാടം ഉണ്ടാക്കി. അപ്പൊ ബല വയല് ദൂർത്തല്ല കൂട്ടരേ ഇങ്ങനത്തെ വലിയ ഗേറ്റ് ഒക്കെ ഉണ്ടാക്കല്. കാരണം നമ്മളെ കാശായി പോണത് കണ്ടോ. അപ്പൊ ഇവർ രണ്ടൂട്ടരും കൂടി CM മടവൂരിന് ഓരിച്ചിരിക്കാണ്. ഏതായാലും CM സെന്റർ ഒരു കൂട്ടരയിലും ജാറം വേറൊരു കൂട്ടരയിലാണ്. അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇയാൾ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യിച്ച്. അപ്പൊ ഇയാൾ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് മൂക്കയറിന്റെ ആ മൂക്കയറിങ്ങനെ പിടിച്ച് കൊണ്ടെടുക്കാപ്പോ അദ്ദേഹം പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 1900 ആദ്യങ്ങളിൽ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞപ്പോ ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുഴുവൻ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞെന്താണ്? നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാണ് എന്നാണ്. അല്ലേ? മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് മുസ്ലിമീങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതിനെ മുശ്രിക്കാക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് കാലങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഇതാ നിങ്ങളെ കൊണ്ട് അല്ലാഹു പറയിച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ മുശ്രിക്കാക്കൽ പണി ആർക്കാ? ശിർക്കിനെ ന്യായീകരിച്ചു കൊടുക്കുന്നവർക്ക് അതിന്റെ പണി. ശിർക്കിനെ ന്യായീകരിക്കുക. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാ ഉത്തിരം ചെയ്യും ഞാൻ എന്നോവരെന്ന് ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്നാണ്. മുഹയ്യദ്ദീമാല എല്ലാവർക്കും അറിയും. പടുത്തതിന്റെ 100ാം ആണ്ട് കൊണ്ടാടിയിരുന്നു അല്ലേ? 400ാം ആണ്ട് കൊണ്ടാടിയപ്പോ എല്ലാവർക്കും മനസ്സിലായ, പലരും വിചാരിച്ചു മൊയ്തീൻ ഷേഖിന്റെ ജീവിതകാലം മുതൽക്കേ ഉള്ളതാണ്. എന്നിട്ട് അവരൊരു കാര്യം കൂടി പറഞ്ഞു, ഏറ്റവും പഴക്കമുള്ള മാലയാണ് ഇപ്പൊ ഏത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള മാലക്കൊക്കെ 400ന്റെ താഴെ 350, 250, 150 ഒക്കെ കൊല്ലുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാം പുതിയതായിട്ട് ഓരോരുത്തർ കെട്ടിണ്ടാക്കിയതാ. അതിലാ പറയുന്നത്, എവിടെ വെച്ച് നിങ്ങൾ മുഹയ്യദ്ദീൻ ഷേഖിനെ വിളിച്ചാലും വായി കൂടുന്നതിനും ഉത്തരം കിട്ടും എന്നാണ്. അത്ര ഗ്യാരണ്ടിയാണ്. അതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ വിമർശിച്ച് പ്രസംഗിച്ചു. അപ്പതാ പേരോട് മുസ്ലിയാർ നാദാപുരത്ത് വന്നിട്ട് ഒരു വളിഞ്ഞ ന്യായീകരണം മൊബൈൽ ഫോണും വെച്ചിട്ട് ഒന്ന് കേട്ടോളി നിങ്ങൾ.